തുടങ്ങുന്നതിന് മുമ്പ് ഈശ്വരനോട് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ഓൾ. ആദ്യമായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സുജ മോൾ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. 4 മാസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ ബയോട്ടോറിയം ഫാമിലിയിലേക്ക് വന്നിട്ട്. ഒരു 50-ൽ പരം കുടുംബങ്ങളിലേക്ക് എനിക്ക് ബയോട്ടോറിയം ഇത് പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നല്ലൊരു വരുമാനവും എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ ലീഡറായിട്ട് നിൽക്കുന്നത് യുനസാർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് നിറഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാനും എന്റെ ഫാമിലിയും ഇന്ന് ഈ ബയോട്ടോറിയം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായ ഫോളോ അപ്പ് ആൻഡ് ബിസിനസ് ഓപ്പണിംഗ് നമ്മളോട് കൈകാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ പറഞ്ഞു തരാനായിട്ട് എത്തുന്നത് തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നും നല്ലൊരു ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ട്രെയിനറും ഒരു മോട്ടിവേറ്ററും ഒരു സ്പീക്കറും കൂടിയായ സുരേഷ് സാറാണ്. അദ്ദേഹത്തിന്റെ RTP ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ബിസിനസിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും അദ്ദേഹം നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അതൊരു നമുക്കൊരു മോട്ടിവേഷൻ കൂടി ആയിരിക്കും. ഇന്നത്തെ ഈ വിഷയം സംസാരിക്കാനായി നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഞാൻ സുരേഷ് സാറിനെ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സുരേഷ് സാർ. ഓക്കെ, താങ്ക് യു സുജമോൾ. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. നമ്മൾ ഈ ബയോട്ടോറിയൻസ് എല്ലാവരും തന്നെ വളരെ ആവേശത്തിലും വളരെ സന്തോഷത്തിലുമാണ്. കാരണം നമ്മുടെ കമ്പനി പുതിയ ഉൽപ്പന്നങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഫോളോ എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ച പോലെ ടീം സെറ്റ് ആവാത്തത് എന്ന് എന്നോട് തന്നെ ചോദിച്ചാൽ നമുക്ക് എന്തുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരേ ഒരു ഉത്തരം, പൂർണ്ണമായ ഉത്തരം, നമ്മളുടെ ഫോളോ അപ്പ് സിസ്റ്റം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. എന്താണ് ഫോളോ അപ്പ്? ഫോളോ അപ്പ് എന്ന് പറയുന്ന പദത്തിന്റെ മലയാളം അർത്ഥം പിന്തുടരുക എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ പ്രാധാന്യം? നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ബിസിനസ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം, കുട്ടിക്കാലം മുതലേ നമ്മുടെ ഈ പ്രായത്തിലും ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതഗതിയെ നിർണ്ണയിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഓരോ കാലഘട്ടത്തിലും നമ്മളെടുത്ത തീരുമാനങ്ങൾ. ഏത് സ്കൂളിൽ പഠിക്കണം, അത് കഴിഞ്ഞാൽ ഏത് വിഷയം നമ്മൾ സെലക്ട് ചെയ്യണം, ഏത് മേഖലയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, അങ്ങനെ നിരവധിയായിട്ട് കാര്യം. അതുപോലെ തന്നെ ഒരേ സമയം തന്നെ വിവിധ തരം വിവാഹാലോചനകൾ വരുന്ന സമയത്ത് ഏത് സെലക്ട് ചെയ്യണം, ജോലി ഏത് സെലക്ട് ചെയ്യണം, ഇങ്ങനെ വിവിധമായ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും നമ്മൾ എടുക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതഗതിയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇതിന്റെയൊക്കെ ആ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കാര്യത്തിൽ, ഏത് കാര്യമായിക്കോട്ടെ, പൂർണ്ണമായും തീരുമാനം എടുക്കുന്നത് ഞാനാണെങ്കിലും ആ തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന, പ്രേരിപ്പിക്കുന്ന കുറെ അധികം ഘടകങ്ങളുണ്ട്. തീരുമാനം എടുക്കുന്നത് നമ്മൾ തന്നെയാണ്, ഞാൻ തന്നെയാണ്. പക്ഷെ ആ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കുറെ അധികം ഘടകങ്ങളുണ്ട്. അത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളാവാം, സുഹൃത്തുക്കളാവാം, വീട്ടുകാരാവാം, നമ്മുടെ സീനിയർ ഓഫീസേഴ്സ് ആവാം, സുഹൃത്തുക്കളാവാം. അങ്ങനെ അത് വ്യക്തിപരമായി വരുന്ന അല്ലെങ്കിൽ നമ്മൾ ബന്ധങ്ങളിലൂടെ വരുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ പല തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടാണ് പല തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മളെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം, നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മൾ ആരോട് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു, അവരുടെ റെസ്പോൺസ്, പ്രതികരണം, ഇതെല്ലാം നമ്മുടെ തീരുമാനത്തെ സ്വാധീനിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും
നമ്മുടെ ഈ ബയോട്ടോറിയം ബിസിനസ്സിൽ ഒരു വ്യക്തി ഒരു ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുക, അഥവാ നമ്മളുടെ ഭാഷയിൽ നമ്മുടെ ടീം വർക്കിൽ ഒരു പുതിയ ബിസിനസ് ഓപ്പൺ ചെയ്യുക. എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഈ ബയോട്ടോറിയം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് പറയാനുള്ളത് നമ്മൾ ജോയിൻ ചെയ്യുക, ചേരുക, ചേർത്തുക എന്നുള്ള വാക്കുകൾ തന്നെ നമ്മൾ ഡിക്ഷണറിയിൽ നിന്ന് ഒഴിവാക്കണം. നമ്മളിതിൽ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരണം. നമ്മളുടെ പ്രൊഫഷനെ, നമ്മൾ ചെയ്യുന്ന മേഖലയെ നമ്മൾ തന്നെ വാല്യൂ നൽകി അതിൻ്റെതായ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ചേരാനും ചേർക്കാനും ആർക്കും ഇഷ്ടമല്ല. പല ആളുകളും ബിസിനസ് പ്ലാൻ, കമ്പനിയെ പരിചയപ്പെട്ടു, ഉൽപ്പന്നം പരിചയപ്പെട്ടു, ബിസിനസ് പ്ലാൻ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത വ്യക്തിയായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. നമ്മുടെ അത്ര ബന്ധമുണ്ടാവിരിക്കാം. ആ വ്യക്തിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേരുകയല്ലേ? ആ ചോദ്യം എപ്പോഴും നമ്മൾ ഒഴിവാക്കണം. ആർക്കും ചേരാൻ ഇഷ്ടമല്ല. ഫോളോ അപ്പില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണ്, നമ്മളുടെ ചുറ്റുമുള്ള കൂടെയുള്ള വ്യക്തികൾക്ക് അസഹ്യത ഉണ്ടാക്കുന്ന, താല്പര്യമില്ലാത്ത, അവർക്ക് താല്പര്യം തോന്നാത്ത വാക്കുകൾ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഫോളോ അപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണ്, ചേരുകയല്ലേ? അങ്ങനത്തെ ഒരു ചോദ്യം അത് ഒരിക്കലും പാടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് അസ്വസ്ഥത ഉണ്ടാകും. അപ്പോ ഈ ഫോളോ അപ്പ് എന്ന് പറയുന്ന വലിയൊരു കാര്യം, ഞാനിതിനെ നമ്മളിപ്പോ ഒരു ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം, 1 മണിക്കൂറോളം ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫോളോ അപ്പ്, എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഫോളോ അപ്പ് എന്ന് പറയുന്നത് പിന്തുടരുക എന്നുള്ളതാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരാളെ പിന്തുടരുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഒരാളെ പിന്തുടരുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ വ്യക്തിയോട് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു, അപ്ലൈനെ കൂട്ടി, നമ്മൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുന്ന അപ്ലൈനാണ്. അതിനുശേഷം ആ സെക്കൻഡ് മുതൽ ആരംഭിക്കേണ്ടതാണ് ഫോളോ. ഫോളോ എപ്പോൾ തുടങ്ങണം? എപ്പോഴാണോ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആ വ്യക്തിയുടെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിയുന്നത്, ആ സെക്കൻഡ് മുതൽ ഫോളോ അപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഫോളോ അപ്പിന്റെ ആദ്യത്തെ ലോ. നമുക്ക് ഫോളോ അപ്പ് ചെയ്യുന്നതിന് വ്യക്തമായ ഉദ്ദേശം നമുക്കുണ്ടാവും. നമ്മൾ ടുഡേ ക്യാമ്പിൽ വന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ അന്നത്തെ ടോപ്പിക്കിൽ പറഞ്ഞൊരു വാചകം ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്. നമ്മുടെ സംസാരത്തിന്റെ, നമ്മളൊരു വ്യക്തിയോട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന്റെ ഉദ്ദേശത്തിൽ നമുക്ക് ജാഗ്രത വേണം. നമ്മൾ എന്ത് കാര്യമാണോ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ കാര്യത്തിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയോട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം ആ വ്യക്തിയെ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്ഷണിക്കുക, അവരെ കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിക്കുക, ഈ ബയോട്ടോറിയം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് ഉതകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സംസാര രീതിയും പെരുമാറ്റവും. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എപ്പോഴാണ് ഫോളോ അപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് നിങ്ങളുടെ അപ്ലൈൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുന്നത്, ആ സെക്കൻഡ് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതുവരെ നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കരുത്. ഒരു കൊച്ചുകുട്ടിയെ പോലെ, ആദ്യമായി ഈ പ്രസന്റേഷൻ കേൾക്കുന്ന വ്യക്തിയെ പോലെ ശ്രദ്ധാലുവായിട്ട് നമ്മൾ അവിടെ കൂടിയിരിക്കുന്നു. നിങ്ങളുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിലെ ഡിസ്ട്രിബ്യൂട്ടർ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ആ താല്പര്യം, നിങ്ങളുടെ അംഗചലനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങൾ കാണിക്കുന്ന ആ താല്പര്യമാണ് ആ വ്യക്തി ഈ പ്ലാൻ സീരിയസ് ആയി ഏറ്റെടുക്കുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ കാര്യം. സ്വാഭാവികമായിട്ടും അപ്ലൈൻ ഈ പറയുന്ന പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. ഇവിടെ നമ്മൾ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ ഇന്നലെ പോയി കണ്ട ആളെ ഫോളോ അപ്പ് ചെയ്തു. അപ്പൊ അവർ പറയുന്ന മറുപടിയാണ്, അല്ല ഇന്നലെ നമ്മൾ പോയി കണ്ടതല്ലേ ഉള്ളൂ സാറേ, നമ്മളങ്ങനെ ധൃതി കൂട്ടണ്ട.
നമ്മൾ നിർത്തിക്കൊണ്ടിട്ടാ അവർക്ക് സമയം കൊടുക്കാം. അവർക്ക് അല്ലെങ്കിൽ അത് ശല്യമായാലോ, അല്ലെങ്കിൽ അവരത് തിരസ്കരിച്ചാലോ എന്നുള്ള ഭയമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോൾ ഒരു പ്രസന്റേഷൻ കൊടുത്തോ, 1 to 1 ആവട്ടെ, ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ, ഹാൾ മീറ്റിംഗ് ആവട്ടെ, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആരുടെയെങ്കിലും മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അടിവരായിട്ട് പറയുന്നു, ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മൾ പ്ലാൻ കൊടുക്കേണ്ടതുള്ളൂ. കാരണം ഈ ബിസിനസ് ക്ലോസിംഗ് അല്ലെങ്കിൽ സെയിൽസ് ഓപ്പണിംഗ്, ബിസിനസ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ് ആരംഭിക്കുന്നതും പൂർത്തിയാവുന്നതും ഫോളോ അപ്പിലൂടെയാണ്. നിങ്ങൾ എത്ര മനോഹരമായ BOP പ്രസന്റ് ചെയ്താലും ഫോളോ അപ്പ് ഇല്ലെങ്കിൽ റിസൾട്ട് 0 ആണ്. നിങ്ങളുടെ പ്ലാൻ മോശമായിരുന്നു, അത്ര നല്ല പെർഫെക്റ്റ് പ്ലാൻ അല്ലായിരുന്നു. പക്ഷേ ഫോളോ അപ്പ് പെർഫെക്റ്റ് ആയാൽ റിസൾട്ട് 100%. സാധാരണ നമ്മൾ പറയാറുണ്ട് 4 ബേസിക്: ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ, ഫോളോ അപ്പ്. ഈ 4 കാര്യങ്ങൾ, ഇതാണ് ഒരു ടീമിന്റെ 4 ബേസിക് എന്ന് പറയുന്നത്. ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ, ഫോളോ അപ്പ്. ഇതില് മാർക്ക് ഇടുക എന്ന് വിചാരിക്കും. ലിസ്റ്റിന് 10 മാർക്ക്, ഇൻവിറ്റേഷന് 10 മാർക്ക്, ഷോ ദ പ്ലാൻ പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നതിന് 20 മാർക്ക്. അപ്പൊ 20, 10, 30, 40 മാർക്കായി. 60 മാർക്കും ഫോളോ അപ്പിനുള്ളതാണ്. 60 മാർക്ക് ഉള്ള ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ കൃത്യമായി ഉത്തരം പൂരിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷയിൽ തോറ്റു. ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും ഈ 60 മാർക്കിന്റെ ഉത്തരം കംപ്ലീറ്റ് ചെയ്യാറില്ല. എന്നിട്ട് എനിക്ക് സെയിൽസ് ഇല്ല, എനിക്ക് ടീമില്ല, എനിക്ക് ബിസിനസ് ഇല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ നെഞ്ചത്തെടുത്ത് കരയാറാണ് പതിവ്. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കും, ഫോളോ അപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ എപ്പോൾ വരെ ചെയ്യണം? ഫോളോ അപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്ലാൻ ക്ലോസ് ചെയ്ത് ആ സെക്കൻഡ് മുതലാണ്. ഇനി എത്ര തവണ ചെയ്യണം, എപ്പോൾ വരെ ചെയ്യണം? പല ആളുകളും ചോദ്യം അതാണ്. അതായത് അവരൊരു ഡിസിഷൻ എടുക്കുന്നത്, യെസ് ഓർ നോ, യെസ് ആവാം നോ ആവാം, അവരെ കൊണ്ട് ഒരു ഡിസിഷൻ എടുപ്പിക്കുന്നത് വരെ നമ്മൾ ഫോളോ അപ്പ് തുടർന്നുകൊണ്ടിരിക്കും. അത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം. 5ഉം 6ഉം വർഷം വരെ ഫോളോ അപ്പ് ചെയ്ത വ്യക്തികളുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ. ഒരേ വ്യക്തി തന്നെ 5ഉം 6ഉം തവണ ഫോളോ അപ്പ് ചെയ്ത വ്യക്തികളുണ്ട്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, അമേരിക്കയിൽ നിങ്ങൾക്കറിയാം ആംവേ എന്ന് പറഞ്ഞ കമ്പനി, അതിലെ ഒരു ലീഡറെ 8 വർഷമാണ് ഒരു വ്യക്തി തുടർച്ചയായിട്ട് ഫോളോ അപ്പ് ചെയ്തത്. എങ്ങനെയാണ്? അവർ പള്ളിയിൽ വരുന്ന സമയത്ത് ഞായറാഴ്ച എന്നും കണ്ടുമുട്ടും. അതിന് തുടർച്ചയായ 8 വർഷത്തെ ആ ഫോളോ അപ്പിനൊടുവിൽ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം വ്യക്തി ജോയിൻ ചെയ്തു. എന്നിട്ട് 4 വർഷം കൊണ്ട് ടോപ്പ് പൊസിഷനിലേക്ക് ആ വ്യക്തി എത്തി എന്നുള്ളതാണ്. അപ്പൊ തുടർച്ചയായി അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യാൻ കാണിച്ച ആ മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിനേക്കാൾ മിടുക്കനായ ഒരു ലീഡർ ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇവിടെ ഒരാളെ അവരെന്ത് പറയും എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കരുത്. അവരെന്തും പറഞ്ഞോട്ടെ, മാക്സിമം നോ, അല്ലെ? ഇതല്ലേ പറയുള്ളൂ. ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. 1ഉം 2ഉം 3ഉം തവണ, 4ഉം 5ഉം തവണ അവര് എന്തുവരെ? ഒരു ഡിസിഷൻ എടുക്കുന്നവരെ. എന്താണ് ഡിസിഷൻ? ഒന്നില് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ നോ, ഞാനില്ല. ഇത് ഏതെങ്കിലും ഒന്ന് പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രസന്റേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അവരോട് പറയാണ്, നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയുന്നു. പലപ്പോഴും നമ്മുടെ പല വ്യക്തികളും പ്രസന്റേഷൻ വളരെ ഗംഭീരമായി പറയും, കൊടുക്കും. ക്യാഷ് ചോദിക്കേണ്ട കാര്യം വരുന്ന സമയത്ത്, ക്ലോസിംഗ് വരുന്ന സമയത്ത് അവര് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് കാണാൻ പറ്റും. പേടിയാണ്. പല ആളുകൾക്കും ക്യാഷ് ചോദിക്കാൻ പേടിയാണ്. എന്തുകൊണ്ടാണ് ആ പേടി വരാനുള്ള കാരണം?
അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു വ്യക്തിയോട് ഈ ബിസിനസ്സിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർക്ക് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കൊടുക്കുന്നത്, ഒരു ബോധ്യം. അങ്ങനെയുള്ള ഒരു ബോധ്യം, അങ്ങനെ ഒരു കോൺഫിഡൻസ് അവരെ രക്ഷപ്പെടുത്താനാണ്, പെടുത്താനല്ല രക്ഷപ്പെടുത്താനാണ് ക്ഷണിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആരോടും നിങ്ങൾക്ക് ക്യാഷ് ചോദിക്കാൻ മടിയുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് കാണാൻ പറ്റും. അവര് പറയട്ടെ, ആലോചിക്കട്ടെ. ഒരിക്കലും തീരുമാനമെടുക്കാൻ അവർക്ക് വിട്ടുകൊടുക്കരുത്. തീരുമാനം എടുക്കുന്നവരാണെങ്കിലും നമ്മൾ അവരെ കൊണ്ട് എടുപ്പിക്കണം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ചുറ്റുമുള്ള സാഹചര്യം, ചുറ്റുമുള്ള വ്യക്തികൾ നമ്മൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് നമ്മൾ സ്വാധീനിക്കുന്നുണ്ടാവും. ആ സ്വാധീന ശക്തിയായി നമ്മൾക്ക് അവരിലേക്ക് എത്തിച്ചേരാൻ കഴിയണം. നമ്മൾ അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുകയാണ്. നിങ്ങളൊരു തുണിക്കടയിൽ ചെന്നാലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തുടക്കത്തിൽ നിങ്ങൾ കുറെ തുണികൾ വാരി വലിച്ചിടും. അവര് നിങ്ങൾ പറഞ്ഞക്കും അനുസരിക്കും, കേൾക്കും. അവസാനം അവര് പറഞ്ഞ ഡ്രസ്സ് നമ്മളെടുത്ത് പോകും മിക്കവാറും. അവര് നമ്മളെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ കൊണ്ട് അവര് തീരുമാനം എടുക്കും. ഇത് സാറിന് സൂപ്പറാണ് കേട്ടോ, ഈ കളർ നന്നായി ചേരും. അങ്ങനെ അവർ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള, നമ്മളെ എൻകറേജ് ചെയ്യുന്ന, നമ്മളെ അനുമോദിക്കുന്ന, നമ്മൾ ഹൃദയത്തെ തട്ടുന്ന ഒന്ന് രണ്ട് വാക്കുകൾ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ആ വാക്കുകൾക്ക് നമുക്ക് എന്തായാലും ഡ്രസ്സ് വേണം. അപ്പൊ അവരുടെ ആ സാഹചര്യം, അവരൊരുക്കി തരുന്ന സാഹചര്യത്തിന് നമ്മൾ തീരുമാനം എടുക്കും. ഇതേപോലെ നമ്മളും നമ്മുടെ മുമ്പിലിരിക്കുന്ന കസ്റ്റമർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫോളോ അപ്പിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റാപ്പോ ബിൽഡിംഗ് ആണ്. എന്താണ് റാപ്പോ ബിൽഡിംഗ്? ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളൊരു തുണിക്കടയിൽ കയറി ചെന്നാൽ ആ തുണിക്കടയില് കസ്റ്റമറെ നിങ്ങളാകുന്ന കസ്റ്റമർ ചെല്ലുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ, അദ്ദേഹത്തിന് അല്ലെങ്കിൽ സെയിൽസ് ഗേൾ ആരാവട്ടെ, ആ സെയിൽസിൽ നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് മാനസികമായിട്ട് താല്പര്യം തോന്നിയില്ലെങ്കിൽ ആ സെയിൽസ് നടക്കില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പല ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ചിലപ്പോൾ നല്ല ഭക്ഷണവും, പക്ഷെ അവർ വിളമ്പിത്തരുന്ന രീതി നമുക്ക് തൃപ്തി ഉണ്ടാവില്ലേ. പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമുക്കൊരു തൃപ്തി വരില്ല വിളമ്പിത്തരുന്ന രീതിയിൽ. ഞങ്ങള് ഇടുക്കിയിലായിരുന്നു, ചെറുതോണിയില് POP പ്രസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് പോയ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആ ഭക്ഷണം തൃപ്തിയായി. കാരണം ആ ഭക്ഷണത്തെക്കാൾ ഞങ്ങൾക്ക് അത് സർവ് ചെയ്ത രീതിയാണ് നമ്മുടെ താല്പര്യത്തിന് ചിരിച്ചുകൊണ്ട്, അതൊരു പ്രത്യേക രീതിയിലാണ് അവർ സർവ് ചെയ്യുന്നത് ആ തിരക്കിനിടെ. അപ്പോ അങ്ങനെ നമ്മളെ കെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പോലും ആ കുറവ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇവിടെ നമ്മളുമായി ബന്ധപ്പെട്ട ഈ ബിസിനസ്സിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, ഞാനെന്നൊരു വ്യക്തി ഫോളോ അപ്പ് ചെയ്യുമ്പോൾ, നമ്മുടെ ഡൗൺലൈനിന്റെ കൂടെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം റാപ്പോ ബിൽഡിംഗ് എന്നാണ് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഫോളോ അപ്പിന് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം റാപ്പോ ബിൽഡിംഗ് ആണ്. എന്താണ് റാപ്പോ ബിൽഡിംഗ്? ഞാനും നിങ്ങളും വ്യത്യസ്തമായ മാനസികാവസ്ഥയിലുള്ള ആളുകളാണ്. നമ്മളെയും കൊണ്ട് നമ്മുടെ ഡൗൺലൈൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താവെന്ന് അറിയൂ? എന്നെ പെടുത്താനായിട്ട് ഒരുത്തൻ കൊണ്ടുവരിക. നമ്മളെ ആ രീതിയിലാണ് അവർ കാണുക. അതായത് ഒരു വെറുക്കപ്പെട്ട വസ്തുവായിട്ടാണ് പലപ്പോഴും കാണുക. നമ്മളെ പെടുത്താനായിട്ട് ഇപ്പൊ ഭർത്താവിനെ കാണാനാണ് വരുന്നത്. അപ്പൊ ഞാൻ കയറി ചെല്ലുകയാണ് നമ്മുടെ ഡൗൺലൈനിന്റെ കൂടെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഉണ്ടെങ്കിൽ അവര് നോക്കുന്ന നോട്ടം, അവര് നമ്മളെ കാണുന്ന കാഴ്ചപ്പാട് വേറെ രീതിയിലാണ്. എന്റെ ഭർത്താവിനെ പെടുത്താൻ വേണ്ടി വന്ന ഒരു കാലമാടനായിട്ട് നമ്മൾ കാണും അവരുടെ മനസ്സിൽ. അവിടെ ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവരുടെ മനസ്സിലേക്ക് എത്തില്ല. അവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പ് ടു റാപ്പോ ബിൽഡിംഗ് ആണ്. അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക, നമ്മളുടെയും അവരുടെയും മാനസികാവസ്ഥ ഒരേ നിലയിലാക്കുക എന്നുള്ളതാണ്.
എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് ഏറ്റെടുക്കും. അപ്പൊ റാപ്പോ ബിൽഡിങ്ങിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ചെന്ന വശം കാശ് ചോദിക്കലല്ല, ബിസിനസ് പറയലല്ല, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് POP പ്രസന്റേഷൻ ആയിക്കോട്ടെ, ഫോളോ അപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരാളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ, അവരെ കൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുപ്പിക്കണമെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരുമായി നല്ലൊരു റാപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ള. അതിനുള്ള മാർഗം എന്താണ്? അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കും. ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ആ സാഹചര്യം ഒന്ന് വീക്ഷിക്കണം, കൃത്യമായിട്ട് വീക്ഷിക്കണം. അബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നല്ല നല്ല രീതിയിൽ, ഇതൊരു ടെക്നിക്കാണ്. ഫോളോ അപ്പ് എന്ന് പറയുന്ന സത്യത്തിൽ ഒരു കലയാണ്. അത് നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. പല ആളുകൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പേടിയാണ്. എന്താ അതിന്റെ കാരണം? കസ്റ്റമർ എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിച്ചാലോ, ആ ഡൗട്ടുകൾക്ക് എനിക്ക് കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ഡൗൺലൈന്റെ മുമ്പിൽ വെച്ച് ഞാൻ ചെറുതാവും. ഈ ഒരു ഭയം പല ആളുകളുടെ ഉള്ളിലുണ്ട്. കസ്റ്റമർ ചോദിക്കുന്ന ആ ഡൗട്ടുകൾ നമ്മളെ വല്ലാതെ വല്ലാതെ എന്താ പറയുന്നത്, വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് ആ വേദന അനുഭവിക്കാതിരിക്കാൻ, ആ പേടി വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഫോളോ അപ്പ് ചെയ്യാതെ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്ത് തർക്കങ്ങൾ വേണമെങ്കിൽ ഉന്നയിച്ചോട്ടെ, ഏത് രീതിയിൽ വേണം പ്രതികരിച്ചോട്ടെ, അതിനെ അവർ ഇന്നതാണ് പ്രതികരിക്കുക എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. ആ പ്രതികരണങ്ങൾക്കുള്ള കൃത്യമായ മറുപടി, കൃത്യമായ ഉത്തരം അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർ നമ്മുടെ ഒപ്പം വരും. ഒരാളെ നമ്മുടെ കൂടെ കൊണ്ടുവരുന്നതിന് ഏറ്റവും നല്ല മാർഗം ആദ്യം അവരുടെ പിന്നാലെ നമ്മൾ നടക്കുക, കുറച്ചു കഴിഞ്ഞാൽ അവരുടെ ഒപ്പം നടക്കുക, കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നിൽ കയറി നടക്കുക, അവർ നമ്മുടെ പിന്നാലെ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരുമായി നല്ലൊരു റിലേഷൻ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിക്കും. വീട്ടിൽ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് അലമാരയിൽ ആ ഷെൽഫിലേക്ക് നിങ്ങൾ നോക്കുക. അപ്പോ മിക്ക വീടുകളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയതോ, ഫോട്ടോസ്, കാര്യങ്ങൾ, മെഡലുകളൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ സാധാരണ കോമൺലി പറയുന്ന ഒരു കാര്യമാണ്, നല്ല മെഡലൊക്കെ ഇട്ട് ഇരിക്കുന്ന അതൊക്കെ കണ്ടാൽ ആരാണ് മിടുക്കൻ, ആരാണ് ഈ മിടുക്കിയും ചോദിക്കും. കൃത്യമായിട്ട് അത് അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വീഴും. അവരുടെ മക്കളെ കുറിച്ച്, അവരെ കുറിച്ച് പോസിറ്റീവായ ഒരു കാര്യം നമ്മൾ പറഞ്ഞപ്പോ അവരുടെ ഉള്ളിൽ ഒരു പുഞ്ചിരി ഉണ്ടാകും, ഒരു പച്ച കത്തും. തുടക്കത്തിൽ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് അവർ ചുവപ്പ് കത്തിയിട്ടാവും നിൽക്കുന്നുണ്ടാവുക. എന്റെ പോകലുള്ള പൈസ വാങ്ങാൻ വരുന്നവനാണ് എന്നുള്ള ചിന്തയും. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് അവിടെ ഒരു പച്ച കത്തും. അവിടെ മുതല് അവരുടെ മാനസികാവസ്ഥ നമ്മളിലേക്ക് അടുക്കാൻ തുടങ്ങും. ചിലപ്പോ അല്ലെങ്കിൽ ആ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് അത് പോസിറ്റീവായ കാര്യമായിരിക്കണം, പോസിറ്റീവായി ചോദിക്കണം. ആ വീടിന്റെ ബാൽക്കണിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ ചുമരില്ല, എന്തെങ്കിലും പ്രത്യേകത കാണാൻ പറ്റും, എന്തെങ്കിലും ആ വീട്ടില് ആ പോസിറ്റീവായുള്ള കാര്യം. അങ്ങനെ അവരിലേക്ക് നമ്മളൊന്ന് അടുക്കുന്ന സമയത്ത് അവർ കുട്ടികളെ കുറിച്ച് ചോദിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെയുള്ള 1-2 മിനിറ്റ് കൊണ്ട് നമ്മൾ അവർ തമ്മിലൊരു മാനസികമായ ഒരു അവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് പ്ലാൻ കൊടുക്കണം. ഒരു ബിസിനസ് നമ്മളൊരു പ്ലാൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സ്പോട്ട് ക്ലോസിംഗ് ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്, കാരണം ആളുകൾക്ക് ഭയങ്കര തിരക്കാണ്. വിത്തിൻ 24 hours നമ്മൾ നിർബന്ധമായും ഫോളോ അപ്പ് ചെയ്തിരിക്കണം. ഫോളോ അപ്പ് ഒരിക്കലും ഫോണിൽ കൂടെ ചെയ്യരുത് പ്ലീസ്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പറ്റുന്ന 99% മിസ്റ്റേക്കും 1-to-1 നേരിട്ട് കൊടുക്കും, ഫോളോ അപ്പ് മുഴുവൻ ഫോണുമെയാണ് കളി. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഒഴിവാക്കാൻ കഴിയുന്നത് ഫോണിലൂടെയാണ്.
അവർ പറയും ഞാൻ തിരക്കിലാണ്, ഇന്ന സ്ഥലത്തില്ല, വേറെ സ്ഥലത്താണ്, നമ്മൾ ഒഴിവാക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ആ 15-20 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ള മടി, സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം, ഇതൊക്കെ നോക്കിയിട്ടാണ് എന്തായാലും അവിടെ പോയാലും ഞാൻ തന്നെയല്ലേ സംസാരിക്കുന്നത്, ആ വ്യക്തിയോട് തന്നെയല്ലേ സംസാരിക്കുന്നത്, പിന്നെന്താ ഫോണിലൂടെ സംസാരിച്ച്. ഇതാണ് നമ്മുടെ മൈൻഡ്. നിങ്ങൾ കണ്ണിൽ നോക്കി മുഖത്ത് നോക്കി സംസാരിക്കുന്ന പോലെ ഒരു ക്ലാരിറ്റി ഒരിക്കലും ഫോണിൽ കൂടെ നമുക്ക് കിട്ടില്ല. ഫോണിൽ കൂടെ സത്യസന്ധമായി പറഞ്ഞാൽ നുണ പറയാൻ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ ഒരു ബിസിനസ് പ്ലാൻ ഒരാൾക്ക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോളോ അപ്പിന് എപ്പോ കാണാൻ പറ്റും, അതാണ് തീരുമാനിക്കേണ്ടത്. ഏറ്റവും നല്ല സമയം ഏർലി മോർണിംഗ് ആണ്. ഫ്രഷായ സമയത്ത് നമ്മൾ പോകുന്നതാണ്. അത് സാധ്യമല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സമയം അവർ ജോലിക്ക് പോവാൻ നിൽക്കുന്ന സമയത്തോ, പ്രത്യേകിച്ച് അവർക്ക് തിരക്കുള്ള സമയം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ അവരുടെ ഫ്രീ ടൈം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അവരെ കാണാൻ. എങ്ങനെ നമുക്കൊരു വീട്ടിൽ രണ്ടാമത് ഫോളോ അപ്പിന് ചെല്ലാൻ പറ്റും, അതൊരു ടെക്നിക്ക് ഉപയോഗിക്കണം. നമ്മൾ പ്രസന്റേഷൻ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ടൂൾ, നമ്മുടെ ബുക്ക്ലെറ്റോ ബ്രൗഷറോ എന്തെങ്കിലും ഒരു ടൂൾ അവർക്ക് കൊടുക്കുക. അവരോട് പറയുന്നത് എന്റെ കയ്യിലുള്ള ബിസിനസ് ടൂളാണ്, നമ്മുടെ കമ്പനിയുടെ ബുക്കാണ്, ബുക്ക്ലെറ്റ് ആണ്, ഇത് ഞാൻ സാറൊന്ന് ഡീറ്റെയിൽ ആയി വായിച്ചു, നാളെ ഞാൻ വാങ്ങാൻ വരാം, എന്റെ കയ്യിൽ ഒരു കോപ്പിയുള്ളൂ. നമ്മൾ ആ ബുക്ക് കൊടുത്ത് തിരിച്ചു പോരാണ് പ്ലാൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. അതിനെ പറയും വടി വെച്ച് വാതിലടയ്ക്കാം. വാതിൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യരുത്, ഒരു വടി വയ്ക്കുക, ആ ഗ്യാപ്പ് നമുക്ക് എപ്പോ വേണമെങ്കിൽ തുറക്കാം. അപ്പൊ പിറ്റേ ദിവസം നമ്മൾ പോണത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉദ്ദേശം അവരെ ഇത് ക്യാഷ് വാങ്ങാനാണ്. കാരണം എന്താ, നമ്മൾ ആ ബുക്ക് തിരിച്ചു വാങ്ങാന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ആ ടൂള് ഏതാണെങ്കിലും അത് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ചെല്ലുന്നു, സംസാരിക്കുന്നു, പതുക്കെ പതുക്കെ നമ്മൾ ബിസിനസ്സിലേക്ക് കയറുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് സ്റ്റെപ്പ് റാപ്പോ ബിൽഡിംഗ് എന്ന് പറയും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ 3 അവസ്ഥകളുണ്ട് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ. ഒന്ന് ചൈൽഡ് ഈഗോ സ്റ്റേജ് എന്ന് പറയും. കുട്ടികളുടെ മാനസികാവസ്ഥയുള്ള ഒരു സമയം നമുക്കുണ്ട്. എന്താണ് കുട്ടികളുടെ മാനസികാവസ്ഥ? അതായത് ഒരു സെയിൽസ് ക്ലോസിംഗ് എപ്പോഴും നടക്കുന്നത് ചൈൽഡ് ഈഗോ സ്റ്റേജിൽ വെച്ചാണ്. കുട്ടികളുടെ മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് വാങ്ങലുകൾ പർച്ചേസ് നടക്കുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു കൊച്ചുകുട്ടിയെ കൊണ്ട് പൂരപ്പറമ്പിലേക്കോ ഉത്സവ പറമ്പിലേക്കോ ചെല്ലുക, അവരാകെ പ്രശ്നം ഉണ്ടാക്കുക. ആ പി വേണം, ഐസ് വേണം, അത് വേണം. അവർക്ക് വിലയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല. കാണുന്നതെല്ലാം വാങ്ങുന്ന മാനസികാവസ്ഥയാണ് ചൈൽഡ് ഈഗോ സ്റ്റേജ് എന്ന് പറയും, കുട്ടികളുടെ മാനസികാവസ്ഥ. ആ മാനസികാവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തിക്കഴിയുമ്പോഴാണ് വില പ്രശ്നമില്ലാതെ മറ്റൊന്നും തടസ്സമാവാതെ അവർ പർച്ചേസിങ് നടത്തുന്നു. രണ്ടാമത്തെ ഒരു ഈഗോ സ്റ്റേജ് ഉണ്ട് നമുക്ക്, അഡൾട്ട് ഈഗോ സ്റ്റേജ് എന്നാണ് അതിനെ പറയുന്നത്. ഒരു പൗരുഷം അല്ലെങ്കിൽ ഒരു മധ്യവയസ്കൻ ഉത്തരവാദിത്തം ഏറ്റു തുടങ്ങുന്ന ആ ഒരു അഡൾട്ട്, പ്രായപൂർത്തിയായ ആ കുട്ടികളുടെ അവസ്ഥയിൽ നിന്ന് മാറി ഒരു പ്രായപൂർത്തിയായ ഒരു മാനസികാവസ്ഥയുണ്ട്. അവിടെ നമ്മൾ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ആലോചിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കാര്യങ്ങളൊക്കെ കേൾക്കും. അടുത്തതാണ് പാരന്റ് ഈഗോ സ്റ്റേജ് എന്ന് പറയും. ഒരു പാരന്റ് എന്ന് പറയുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണ്. ആ മാനസികാവസ്ഥ അതാണ്, എങ്ങനെ ഒഴിവാക്കാം. നമ്മുടെ കുട്ടികള് നമ്മുടെ അടുത്ത് പലതും വന്ന് പറയുമ്പോൾ ആദ്യം അവർ പറയുന്നത് കാര്യം എന്തായിക്കോട്ടെ, നമുക്കറിയാം സാമ്പത്തികമായി ചെലവുള്ളതാണ്, തുടക്കത്തിൽ നമ്മൾ ഒഴിവാക്കും. പിന്നെ അവരുടെ നിർബന്ധമായ കണ്ടിന്യൂസ് ആയ ഫോളോ അപ്പ് ആണ് അത് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടി സൈക്കിൾ വേണം, പുതിയ ഡ്രസ്സ് വേണം, പുതിയ എന്തെങ്കിലും വേണം, സാമ്പത്തികമായി ചെലവുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ നോ പറയാറുണ്ട്. പിന്നെ അവരുടെ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പ് ആണ് ഒരു കരയും പിണങ്ങും കൊഞ്ചും അങ്ങനെ പല കാര്യങ്ങളും. അതായത് ആ ഫോളോ അപ്പിന്റെ സ്റ്റൈലാണ് നമ്മുടെ തീരുമാനത്തിൽ നിന്ന് മാറ്റുന്നത്. അപ്പൊ പാരന്റ് ഈഗോ സ്റ്റേജ് എന്ന് പറയുന്നത് റിജക്ഷൻ ആണ് നടക്കുക. നമ്മൾ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ വ്യക്തി പാരന്റ് ഈഗോ സ്റ്റേജിലായിരിക്കും. നമ്മളെ മാനസികമായി റിജക്ട് ചെയ്തുകൊണ്ടിരിക്കും. പുറത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളില് അവര്
ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടായിരിക്കും. അപ്പൊ പാരന്റ് ഈഗോ സ്റ്റേജിലുള്ള ഒരു വ്യക്തിയെ അഡൾട്ട് ഈഗോ സ്റ്റേജിലേക്കും ചൈൽഡ് ഈഗോ സ്റ്റേജിലേക്കും എത്തിക്കാൻ കഴിയുന്നതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫോളോ അപ്പിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. നമ്മളോട് തുടക്കത്തിൽ വിമുഖത കാണിക്കുന്ന വ്യക്തിയെ നമ്മുടെ സ്നേഹ സംഭാഷണത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെ, അവരെ നമ്മളൊന്ന് എഡിഫൈ ചെയ്യുന്നതിലൂടെ, അവരുടെ കുട്ടികളെ കുറിച്ച്, വൈഫിനെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, വീടിനെ കുറിച്ച്, അവരുടെ കരിയറിനെ കുറിച്ച് എല്ലാം പോസിറ്റീവായി നമ്മൾ സംസാരിക്കുമ്പോഴാണ് അവർ ആ പാരന്റ് ഈഗോ സ്റ്റേജിൽ നിന്ന് ഇവൻ കൊള്ളാം, കുഴപ്പമില്ല എന്നൊരു തോന്നൽ നമ്മളെ ബോധിക്കണം അവർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിൽസ്മാനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സെയിൽസ് നടക്കില്ല. പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സെയിൽസ്മാനെ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കും. അവരെ മാനസികമായി സ്വീകരിക്കാൻ കഴിയണം. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമർ സ്വീകരിച്ചാൽ മാത്രമേ അവിടെ സെയിൽസ് ക്ലോസിംഗ് നടക്കൂ. അപ്പൊ പാരന്റ് ഈഗോ സ്റ്റേജിലുള്ള എന്തിനേയും എതിർക്കുന്ന ആ വ്യക്തിയെ നമ്മൾ പതുക്കെ അഡൾട്ട് ഈഗോ സ്റ്റേജിലേക്ക് എത്തിക്കുകയാണ്. എങ്ങനെ? ആദ്യം സ്നേഹ സംഭാഷണത്തിലൂടെ അവരെ തയ്യാറാക്കും. അവർ നമ്മളൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടു. അതിനുശേഷം ആ സ്നേഹ സംഭാഷണത്തിനിടയിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും, അല്ലെ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീഡ്സ് ആൻഡ് പ്രോബ്ലം. ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ബിസിനസ് ഒരാൾ സ്വീകരിക്കണമെങ്കിൽ, ഒരാൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ 2 കാര്യങ്ങൾക്കുള്ള ഉത്തരം അതിലുണ്ടായിരിക്കണം. ഒന്ന്, അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമാവും. 2, അവരുടെ ആവശ്യത്തിന്, നീഡ്സ്, അത് ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പൊ നമ്മൾ ബേസിക്കായി നമ്മൾ പറയുന്നു, മനസ്സിലാക്കുന്നു, ഒരു മനുഷ്യന് ആരോഗ്യവും വരുമാനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വരുമാനം ആവശ്യമാണ്, ആരോഗ്യം അവരുടെ പ്രശ്നമാണ്. ഈ 2-നുമുള്ള സൊല്യൂഷനാണ് നമ്മൾ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റിലൂടെ, നമ്മളുടെ മാർക്കറ്റിംഗ് പ്ലാനിലൂടെ മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ പാരന്റ് ഈഗോ സ്റ്റേജിലുള്ള ആ വ്യക്തിയെ അഡൾട്ട് ഈഗോ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ സൗമ്യമായ പെരുമാറ്റം കൊണ്ടാണ്. അതിനുശേഷം ആ അഡൾട്ട് ഈഗോ സ്റ്റേജിൽ അവർ കേൾക്കാൻ തയ്യാറാണ്, കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവർ തയ്യാറാണ്. ആ സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ ഉൽപ്പന്നത്തെ കുറിച്ചും ബിസിനസ് പ്ലാനെ കുറിച്ചും ചർച്ച ചെയ്യുന്നത്. അഡൾട്ട് ഈഗോ സ്റ്റേജിൽ വെച്ചിട്ടാണ് അവർ നമ്മളോട് ഡൗട്ടുകൾ ചോദിക്കുന്നത്. അതായത് ഏതൊരു സെയിൽസ് ക്ലോസിംഗിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവരുടെ ഒബ്ജക്ഷൻസ്, തടസ്സങ്ങൾ. ഈ തടസ്സങ്ങളെ ഒഴിവാക്കലല്ല, മറികടക്കലാണ് ഫോളോ അപ്പിന്റെ വിജയം. അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, തടസ്സവാദങ്ങൾ പറയാൻ അവരുടെ മുന്നിലുള്ളത്. അവരുടെ തടസ്സങ്ങളാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ അവരുടെ ആ തടസ്സവാദങ്ങൾ അവർക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണമാണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമർ നമ്മളോട് പറയുന്ന ഓരോ തടസ്സങ്ങളും അവർക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണങ്ങളാണ്. സാധാരണ ആളുകൾ പറയാറുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് തന്നെ അറിയാം. എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, എനിക്ക് സമയമില്ല, എനിക്ക് കഴിവില്ല. ഇതൊരു ആളെ ചേർക്കുന്ന പരിപാടിയല്ലേ? ഇങ്ങനെയൊക്കെയുള്ള നിരവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അവരെ കൊണ്ട് പറയാൻ അനുവദിക്കുക, അവർ പറഞ്ഞ കാര്യത്തിൽ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുക. ഈ 2 കാര്യമാണ് അഡൾട്ട് ഈഗോ സ്റ്റേജിൽ വെച്ച് നടക്കുന്നത്. അപ്പോ ഒരു വ്യക്തി പറയാണ്, നിനക്ക് എന്റെ അവസ്ഥ അറിയാലോ, എന്റെ കയ്യിൽ എന്തില്ല, പണമില്ല, ബിസിനസ് ഇഷ്ടായി, പ്രൊഡക്റ്റ് എനിക്ക് അത്യാവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, പ്ലാനും അടിപൊളിയാണ്, പക്ഷെ എന്റെ കയ്യിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്തില്ല, ക്യാഷ് ഇല്ല. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ക്യാഷ് ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ അവരെ ഏത് രീതിയിൽ കൺവിൻസ് ചെയ്യും? എന്ത് പ്രശ്നം അവർ പറഞ്ഞാലും അതിന് കൃത്യമായ ഒരു സൗമ്യമായ ഒരു മറുപടി നമ്മുടെ ഭാഗത്തുണ്ടാവും, അവരെ ബോധ്യപ്പെടുത്തുന്ന രീതി. ഫോളോ അപ്പ് ഒരിക്കലും തർക്കങ്ങളായി മാറരുത്. ചില ആളുകൾ നമ്മൾ രൂക്ഷമായി വിമർശിക്കും. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഞാൻ ചേർന്നതാണ്, അവിടെ ചേർന്നതാണ്, ഇവിടെ ഉണ്ട്, ഇതൊന്നും നടക്കണ കാര്യമല്ല, മുകളിലുള്ളവർക്ക് മാത്രം കാശ് കിട്ടുള്ളൂ, ഇങ്ങനെയുള്ള ഒരുപാട് നമ്മളെ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ ഒക്കെ ആളുകൾ സംസാരിക്കും. അവിടെയും സൗമ്യമായ പെരുമാറ്റം, ക്ഷമയോടുകൂടിയുള്ള നമ്മുടെ ഇടപെടൽ തീർച്ചയായിട്ടും അവരെയും നമ്മുടെ കൂടെ കൊണ്ടുവരാൻ സാധിക്കും.
അവരുടെ ആ സാഹചര്യത്തിനുള്ള അറിവുകളാണ് അവർ നമ്മുടെ മുന്നിൽ പറയുന്നത്. അവരെ കൃത്യമായി കൺവിൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വിഷമിച്ചു പോവുകയല്ല ആ സമയത്ത് വേണ്ടത്. വളരെ നല്ല സൗമ്യമായ രീതിയിൽ മറുപടി കൊടുക്കണം. ഈ ബിസിനസ് പ്ലാൻ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട, ഈ ഉൽപ്പന്നം പർച്ചേസ് ചെയ്യാൻ വേണ്ട പൈസ എന്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഇങ്ങനെ പറയും, ഫീൽ ഫെൽറ്റ് പൗണ്ട്. ടെക്നിക്കലി പറഞ്ഞാൽ നമ്മളത് ഫീൽ ചെയ്യാണ്. അവരുടെ മാനസികാവസ്ഥയിൽ നമ്മൾ ഒത്തുചേരുകയാണ്. അവരെ നമ്മൾ ശരിവെക്കുകയാണ്. ഈ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മൾ എപ്പോഴും പറയണം, അവർ എന്ത് തടസ്സം നമ്മളോട് പറഞ്ഞാലും നമ്മൾ അപ്പൊ ഓക്കെ അടിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ശരിയാണ്. ഈ ബിസിനസ് പരിചയപ്പെടുന്ന സമയത്ത് എന്റെ കയ്യിലും ക്യാഷ് ഇല്ലായിരുന്നു. എന്നിട്ട് നമ്മളൊരു വാക്ക് പറയണം, പക്ഷേ. എന്താണോ പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പക്ഷേ പറയുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ അത് മാറ്റി കളഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആ പക്ഷേ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു. ഞാൻ പൈസ സംഘടിപ്പിക്കുക, കണ്ടെത്തുക. ഇതിന് ലക്ഷങ്ങളൊന്നും വേണ്ടല്ലോ. ഒരു 10, 100 അല്ലെങ്കിൽ 16, 300 അല്ലെങ്കിൽ 25 ഒരു ചെറിയൊരു സംഖ്യ. നമ്മൾ ഒരു പനി വന്നാൽ അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ആയിട്ട് ഒന്ന് പുറത്തേക്ക് പോയാൽ വരുന്ന ഒരു കാശേ വരുന്നുള്ളൂ. അതുകൊണ്ട് രണ്ട് കാര്യമാണ് നമ്മളിവിടെ 100% രണ്ട് കാര്യമാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. നമ്മൾ ആരോഗ്യ പ്രശ്നത്തിലുള്ള പരിഹാരം, അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രശ്നത്തിലുള്ള പരിഹാരം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ കയറി ചെല്ലുന്ന വീട്ടിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ വീട് പണി പൂർത്തിയായിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് ഇത്ര ലക്ഷം ആവശ്യമുണ്ട്. അവിടെ അവരോട് പറയരുത് നിങ്ങളെ കൊണ്ടത് കഴിയില്ല എന്നല്ല പറയേണ്ടത്. നിങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ബയോട്ടോറിയത്തിൽ കൂട്ടുന്ന വരുമാനം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പല പ്രശ്നങ്ങൾക്കും അത് പരിഹാരം ഉണ്ടാക്കും. നമ്മൾ പറയണം, ഞാൻ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്തിട്ടാണ് എന്റെ പല കാര്യങ്ങളും, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ലോൺ അടയ്ക്കുന്നതോ കുട്ടികളുടെ ഫീസ് അടയ്ക്കുന്നതോ ചെറുതോ വലുതായ കാര്യങ്ങൾ എനിക്ക് അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പണം ഒരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ, ഇനി ഒട്ടും പൈസ ഇല്ല എന്ന് പറയുന്ന ആളുകളടുത്ത് നിങ്ങൾ 10,500 വേണ്ടി ചാടി പിടിക്കരുത്. 4,800 പാക്കേജെങ്കിലും നമ്മൾ അവരെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു ബിസിനസ് പ്രസന്റ് ചെയ്താൽ, ഫോളോ അപ്പിന് പോയാൽ അവിടെ ഡിസിഷൻ അവരെ കൊണ്ട് എടുക്കും. ചില ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഇതെല്ലാം വാങ്ങിയാലും ശരിയാവുള്ളൂ. അങ്ങനെ നമ്മൾ വാശി പിടിക്കരുത്. ചെറിയ പാക്കേജെങ്കിലും അവർ വാങ്ങട്ടെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അതിനുശേഷം അവരെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലക്ഷ്യം ബിസിനസ് ക്ലോസിംഗ് ആണ്, സെയിൽസ് ക്ലോസിംഗ് ആണ്, ബിസിനസ് ഓപ്പണിംഗ് ആണ്. അവിടെ പുതിയൊരു ബിസിനസ് കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ അവർക്ക് അനുയോജ്യമായ ഒരു പ്ലാൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുമായി ആ കുറച്ചു നേരത്തെ സംഭാഷണത്തിൽ അവരുടെ ഫാമിലിയിലെ അവരുടെ നീഡ്സ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷനായി ടപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. അവർക്ക് ഉറപ്പ് കൊടുക്കണം, ഉറച്ചു നിന്ന് ഉറപ്പ് കൊടുക്കണം. നീ ധൈര്യമായിട്ട് എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ, ബാല്യകാല സുഹൃത്തുക്കളാണെങ്കിൽ, ഒപ്പം പഠിച്ച വ്യക്തികളാണെങ്കിൽ, ബന്ധുക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നമ്മൾ ഒരുമിച്ചുള്ള പ്രവർത്തനം, നമുക്ക് ഒരുമിച്ച് വരുമാനം കിട്ടുന്ന ഒരു കാര്യം നമുക്ക് ഒരുമിച്ച് ചെയ്തുകൂടെ? എന്ത് രസകരമായിരിക്കും. അത്തരത്തിൽ ഉറച്ചു നിന്ന് ഉറപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, ആ ഉറച്ചു നിന്ന് ഉറപ്പ് കൊടുക്കാൻ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മൾ തയ്യാറാവുന്നില്ല എന്നാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്നു. അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിട്ടല്ല, ഞങ്ങൾ നിർബന്ധിച്ച് ഫോളോ അപ്പിന് പോകണം. ആളുടെ സുഹൃത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ കസ്റ്റമർ ഓക്കെ. അപ്പൊ ആള് ക്യാഷ് തരാൻ നോക്കിയ സമയത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ പറയണേ, അദ്ദേഹത്തിന്റെ സുഹൃത്താ, നീ ഒന്നുകൂടി ആലോചിച്ചിട്ടേക്ക് മതി കേട്ടോ. അതായത് ഇതിൽ വിജയിച്ചില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത് എന്നുള്ള മുൻകൂർ ജാമ്യമാണ് ആളെടുക്കുന്നത്. അത് ബിസിനസ് ക്ലോസിംഗ് വരില്ല. അവിടെ നമ്മൾ ആ കൂടെയുള്ള ആ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഉറപ്പ് കൊടുക്കേണ്ടത്. സാഗർ ജോഷി സാർ വന്ന് ഉറപ്പ് കൊടുത്തിട്ട് കാര്യമില്ല, നമ്മൾ ഓരോ വ്യക്തികളാണ് ഉറപ്പ് കൊടുക്കേണ്ടത്. നീ ധൈര്യമായിട്ട് എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് വിജയിക്കാം, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം.
നമ്മുടെ ഇന്റർനാഷണൽ ടൂർ, ആ തായ്ലൻഡ് ട്രിപ്പൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഒരുമിച്ച് 5 ദിവസം ഒരുമിച്ച് ടൂർ പോയി എങ്ങനെയുണ്ടാവും? അത് കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റില് നമുക്കൊന്ന് അടിച്ചു പൊളിക്കല്ലേ? അവരുടെ ഉള്ളിലേക്ക് ആ പോസിറ്റീവായ സാധനങ്ങൾ കുത്തി നിറയ്ക്കാൻ നമുക്ക് പറ്റണം. അവിടെയാണ് ആ അഡൾട്ട് ഈഗോ സ്റ്റേജിലാണ് അത് സംഭവിക്കുന്നത്. അവർക്ക് കാശില്ല എന്ന് പറയും. നമ്മൾ പറയണം, ആ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ വ്യക്തിയോട് നമ്മൾ അതാണ് പറഞ്ഞു വന്ന കാര്യം. ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ വ്യക്തിയോട് നമ്മൾ പറയേണ്ട കാര്യം, എന്റെ കയ്യിലും എന്തുണ്ടായിരുന്നില്ല, ആ സമയത്ത് ക്യാഷ് ഇല്ലായിരുന്നു, ഞാൻ സംഘടിപ്പിച്ചതാണ്. ഒന്ന്. രണ്ടാമത്തെ പറയണം, ധൈര്യമായിട്ട് ഇത് ക്യാഷ് ഇല്ലാത്തവർക്ക്, പണമില്ലാത്തവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ്. ഇത് സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടും നിങ്ങൾ പറയണം. പണമില്ലാത്ത, ക്യാഷ് ഇല്ലാത്ത ആളുകൾക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ്. ഇത് ബോൾഡായിട്ട് നിങ്ങളുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ആ ഫേസിലെ എക്സ്പ്രഷൻ അവർക്ക് ഫീൽ ചെയ്യണം. പിന്നെ കൂടെ കൂടി ഞാൻ രക്ഷപ്പെടും. ആ ഫീൽ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. അടുത്തൊരു ചോദ്യം കൂടി അവരെ ഹൃദയത്തിന് തുളയ്ക്കുന്നത് നമ്മൾ ചോദിക്കണം സൗമ്യമായിട്ട്. നമ്മൾ 10, 20, 30 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. ഒരു അത്യാവശ്യത്തിന് 10,000 രൂപ നമുക്ക് ഇപ്പൊ എടുക്കാനില്ലേ? ശരിയല്ലേ? എന്റെ അവസ്ഥ തന്നെയായിരുന്നു. അതേ ജോലി തന്നെ ഇനി നമ്മൾ ചെയ്തിട്ട് അതേ കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നമ്മുടെ ലൈഫ് എവിടേക്ക് മുന്നോട്ട് പോകും, എവിടെ വരെ എത്തും? ഇത് അവർ ഹൃദയത്തിലേക്ക് കൊടുക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ സൗമ്യമായി അവരെ വേദനിപ്പിക്കാത്ത ചോദ്യം. ഇത്രയും കാലം ഞാൻ പണിയെടുത്തിട്ട് ഒരു 10,000 രൂപ എനിക്ക് മാറ്റിവെക്കാനില്ല ഒരു കാര്യത്തിന് വേണ്ടി. അവിടെ ഇനിയും വർഷങ്ങൾ പണിയെടുത്താൽ നമ്മൾ എവിടെ എത്തിച്ചേരും? ഈ 3 ചോദ്യങ്ങൾ അവരുടെ ചിന്തയിലേക്ക്, അവരുടെ പുതിയ ചിന്തയിലേക്ക് അത് കടന്നു വരും. തീർച്ചയായിട്ടും അവര് ഡിസിഷൻ എടുക്കാൻ ആ പ്രേരണ അവർക്ക് നൽകും. എന്തൊക്കെയാണ്? ക്യാഷ് ഇല്ല എന്ന് പറയുന്ന വ്യക്തിയോട് നിങ്ങൾ പറയേണ്ട കാര്യം എന്താണ്? ഈ ബിസിനസ് പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത് എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു, ഞാൻ സംഘടിപ്പിച്ചതാണ്. 2, ഇത് പൈസ ഇല്ലാത്ത വ്യക്തികൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ബിസിനസ്സാണ്. ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് ഇത് പറയാം. നമ്മളെപ്പോലെയുള്ളവർക്കുള്ള ബിസിനസ്സാണ്. സാധാരണക്കാരന് പൈസ ഇല്ലാത്ത വ്യക്തികൾ പൈസ ഉണ്ടാക്കാനുള്ളതാണ്. 3ാമത് ഹൃദയം തുളയ്ക്കുന്ന ചോദ്യം, നമ്മൾ ഇത്രയും കാലം പണിയെടുത്തിട്ട് നമുക്കൊരു 10,000 രൂപ മാറ്റിവെക്കാനില്ലെങ്കിൽ ഇനിയും ഈ മേഖലയിൽ തന്നെ നമ്മൾ ഇനിയും പണിയെടുത്താൽ നമ്മുടെ ഭാവി എവിടേക്കാണ് പോകും? നമുക്കൊരു അഡീഷണൽ ഇൻകത്തിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ആവശ്യകത ഉണ്ട് എന്ന് അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചോദ്യം. തീർച്ചയായിട്ടും ക്യാഷ് ഇല്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കേണ്ട 3 സിമ്പിൾ ആൻസർ മറുപടികളാണ്, വളരെ സൗമ്യമായിട്ട്. ഇനി ചില ആളുകൾ പറയും സമയമില്ല എന്ന് പറയും. അവർക്ക് എന്തില്ല? സമയമില്ല. ഇത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ വീണ്ടും ആവർത്തിക്കുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇത് കേൾക്കുന്ന ഈ ബിസിനസ് പരിചയപ്പെടുന്ന സമയത്ത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്, ഫീൽ ചെയ്തു. ഇതേ ജോലി തന്നെ ഇനി നമ്മൾ ചെയ്താൽ നമുക്ക് എവിടെ നിന്നാണ് സമയം ഉണ്ടാകും? ഇത് സമയമില്ലാത്തവർക്ക് സമയം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്. എന്താണ് അതിന്റെ കാരണം? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഇതൊരു ടീം വർക്കാണ്. 100 കണക്കിന് ആളുകൾ നമ്മളുടെ ഈ ടീമിൽ വരുന്നു. ഒരു സമയം കഴിഞ്ഞാൽ, പ്രത്യേക ഒരു സമയം കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ നേരിട്ട് ഇൻവോൾവ് ആയില്ലെങ്കിൽ പോലും നിങ്ങളുടെ വരുമാനത്തിന് ഒരു തരത്തിലും തടസ്സം ഉണ്ടാവുന്നില്ല. ഇവിടെ നമ്മുടെ സമയമല്ല, മറിച്ച് നമ്മളുടെ കൂടെയുള്ള ആളുകളുടെ സമയമാണ് നമ്മുടെ ഈ ബിസിനസ് വിജയത്തിന്റെ ആധാരം. നമ്മൾ ഇപ്പോൾ പണിയെടുക്കുന്ന മേഖല നമ്മൾ പണിയെടുത്താൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടൂ. എന്നാൽ ഈ ബയോട്ടോറി എന്ന് പറയുന്ന ഈ ബിസിനസ് അവസരത്തിൽ നമ്മുടെ കൂടെ വരുന്ന ആളുകളുടെ കഴിവും അവരുടെ അറിവും അവരുടെ സമയമാണ് നമ്മുടെ സമയം. നമ്മളെക്കാൾ മിടുക്കരായ ആളുകളെ, നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ നമ്മുടെ ടീമിൽ വരും. ഞാൻ നിന്നെ സഹായിക്കും. ആ ഉറപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. വീണ്ടും ആ ഉറപ്പ് കൊടുക്കണം. അപ്പൊ എന്നിട്ട് 2-3 ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കും. നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ അവര് കൃത്യമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഒരു പുതിയ അറിവായിരിക്കും. സമയമില്ലാത്ത വ്യക്തികൾക്ക് സമയം ഉണ്ടാക്കാനുള്ള ബിസിനസ് 1. 2ാമത്തെ ഉത്തരം, ഇത് നമ്മുടെ സമയത്തെ മാത്രം ആശ്രയിച്ചുള്ളതല്ല, നമ്മുടെ കൂടെ വരുന്ന ആളുകളുടെ സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസ്സിൽ ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും. ഇഷ്ടം പോലെ നമുക്ക് സമയം ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന മേഖല നമ്മൾ എന്ന് പണിയെടുക്കുന്നുവോ അന്ന് മാത്രമേ നമുക്ക് വരുമാനം കിട്ടുന്നുള്ളൂ. ലോകത്ത് ഇതാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് സമയം ഉണ്ടാക്കാനുള്ള മാർഗം.
ഇനി അടുത്ത ചോദ്യം, ഒബ്ജക്ഷൻ സാധാരണ പറയുന്നതാണ്, എനിക്ക് കഴിവില്ല. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, പക്ഷേ വീണ്ടും നമ്മൾ പറഞ്ഞു, എനിക്കും ഈ ബിസിനസ് അവസരം പരിചയപ്പെടുന്ന സമയത്ത് എനിക്ക് കഴിവ് ഒട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അറിയാലോ, നമ്മളൊക്കെ ഒരുപോലെയുള്ള ആളുകളല്ലേ. ഇവിടെ നമ്മുടെ കഴിവല്ല, നമ്മുടെ കൂടെയുള്ള ആളുകളുടെ കഴിവാണ്. നിനക്ക് വേണ്ടി ഈ ബിസിനസ് സ്വയം നീ പഠിച്ച് മനസ്സിലാക്കുന്നവരെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാനും എന്റെ ടീമും ഉണ്ടാവും, നമ്മുടെ അപ്ലയൻസ് ഉണ്ടാവും, നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ഇത് നമ്മുടെ കഴിവുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ബിസിനസ് അല്ല. ഇങ്ങനെ ഏത് ചോദ്യങ്ങൾ അവരുന്നയിച്ചാലും അവരെ തൃപ്തിപ്പെടുത്തുന്ന, അവരെ മാനസാന്തരപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് അവരോട് ബിഹേവ് ചെയ്യാൻ പറ്റും. ഫോളോ അപ്പ് ഒരിക്കലും, അവരുടെ ഡൗട്ടുകൾ ഒരിക്കലും തർക്കങ്ങളാക്കി മാറ്റരുത്. ചില ആളുകള് യുദ്ധം കഴിഞ്ഞ് വരണ പോലെയാണ് ഫോളോ അപ്പ് കഴിഞ്ഞ് വരുമ്പോൾ. അവർ പറഞ്ഞാൽ അവരെ തോൽപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമറെ തോൽപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം, അവരെ നമ്മുടെ കൂടെ കൊണ്ടുവരലാണ് നമ്മുടെ ലക്ഷ്യം. അവർ ചിലപ്പോൾ തെറ്റായ കാര്യം പറഞ്ഞിട്ടുണ്ടാവാം, അതിനെ ഏറ്റവും നല്ല രീതിയിൽ, സൗമ്യ രീതിയിൽ കറക്റ്റ് ചെയ്യലാണ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയും. ഈ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് കൃത്യമായി നമ്മൾ പഠിക്കണം. സാധാരണ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ സമയമില്ല അത് ഡീറ്റെയിൽ പറയാനായിട്ട്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മണി ചെയിൻ അല്ലേ, ആളെ ചേർക്കലല്ലേ, ഇത് ആദ്യം ചേരുന്നവർക്കല്ലേ പണം കിട്ടൂ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ക്വസ്റ്റ്യൻസ് ആളുകൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു. കാരണം ഇന്ന് നിയമപരമായ ബിസിനസ് ആണെന്ന് കാണിക്കാനുള്ള ലീഗൽ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് സൈറ്റുകളിൽ പോയി നമുക്ക് ഇതിന്റെ ലീഗാലിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ചോദ്യങ്ങളൊക്കെ ഇന്ന് ഒഴിവായി തുടങ്ങി. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഏത് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചാലും അതിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മറുപടി കൊടുക്കാൻ ആർക്ക് പറ്റണം? നമ്മൾ ഓരോ വ്യക്തികൾക്കും നമുക്ക് പറ്റണം. ഇവിടെ ആ വ്യക്തി അഡൾട്ട് ഈഗോ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ ഈ ചർച്ചകൾ നടക്കുന്നു, ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അതിനുശേഷം അവർ പതുക്കെ ഏതിലേക്ക് എത്തും? കുട്ടികളുടെ മാനസികാവസ്ഥയിലേക്ക് വരും. അവിടെ ആ സമയത്താണ് ബൈയിങ് സിഗ്നൽ ലഭിക്കുക. എന്താണ് ബൈയിങ് സിഗ്നൽ? ബൈയിങ് സിഗ്നൽ ലഭിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ബൈയിങ് സിഗ്നൽ ലഭിച്ചാൽ ക്ലോസ് ചെയ്തോളും. എന്താണ് ബൈയിങ് സിഗ്നൽ? നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ചിലപ്പോ റിസ്റ്റ് ബാൻഡ് ആവാം, അല്ലെങ്കിൽ ആന്റി പ്രൊഡക്ട്സ് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോ ഇതിനെ കുറിച്ചൊക്കെ ആയിരിക്കും, പവർ പവറിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഡീറ്റെയിൽ ചെയ്യണം. ആ സമയത്തായിരിക്കും അവർ ചോദിക്കുന്നത്, ആ റിസ്റ്റ് ബാൻഡ് ഒറ്റയ്ക്ക് കിട്ടുമോ, ആ വാട്ടറഞ്ചി പാഡ് ഒറ്റയ്ക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അതിന് എത്ര വില? ഒരു ബന്ധമില്ലാത്ത ഒരു കാര്യം അവർ ചോദിക്കുന്നുണ്ടാവും. അതൊരു ബൈയിങ് സിഗ്നൽ. അവരുടെ മൈൻഡില് അവരൊരു തീരുമാനം വാങ്ങണം എന്നുള്ള ഉദ്ദേശം ജനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ബൈയിങ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഡീറ്റെയിലേക്ക് പോരുത്, അവിടെ വെച്ച് അത് ക്ലോസ് ചെയ്തോളും. ഇവിടെ പല ആൾക്കാരും നമ്മള് കോഴിക്കടയിൽ നിങ്ങൾ പോയി ഇറച്ചിക്കോഴി വാങ്ങാനായിട്ട് അവര് അത് കോഴിനെ കൊല്ലുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കണം. ക്യുക്കാണ്, സെക്കൻഡുകൾക്കുള്ള കാര്യം നടക്കും. എത്ര കിലോന്റെ ഞാൻ ചോദിച്ചു, അവരൊരു കോഴീനെ സെലക്ട് ചെയ്ത് ഒറ്റപ്പെടുത്താൻ പിടിച്ചു കഴിഞ്ഞാൽ ആ രക്ത കട്ടിങ് ആണ്. ഇവിടെ നമ്മള് പല ആൾക്കാരും ഈ കോഴീനെ കഴുത്തിന് പിടിച്ചിട്ട് കത്തി പിടിച്ച് നിൽക്കുകയാണ്. ചോര വരുമോ, കോഴിക്ക് വേദനിക്കോ, ഇതാണ് നമ്മുടെ ചങ്കകള്. ഷാർപ്പായിട്ട് രക്ത കട്ടി ആ കൊട്ടയിലേക്ക് അവർ ഇട്ടു, കോഴി അവിടെ പടയും. എന്നാലേ നമുക്ക് ചിക്കൻ കറി വെക്കാൻ പറ്റും. ചോര വരുമോ എന്ന് പേടിച്ചാൽ, അവരെ പൈസ ഉണ്ടാവുമോ എന്ന് പേടിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് പുതിയ ബിസിനസ് കൊണ്ടുവരാൻ സാധിക്കില്ല. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ബിസിനസ് ക്ലോസിംഗില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യാഷ് ചോദിക്കുക എന്നുള്ളത്. മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി ചോദിക്കാൻ നമ്മൾ തയ്യാറാവണം. എപ്പോഴും ക്യാഷ് ചോദിക്കുന്നത് ഈ രീതിയിലായിരിക്കും. സാറേ ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ? രണ്ട് ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. ഇന്ന് അവർ ക്യാഷ് ഇല്ലാന്ന് തീരുമാനിച്ചു. അപ്പോൾ കൃത്യമായ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷമേ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പാടുള്ളൂ. അടുത്ത ആഴ്ച ആവട്ടെ, ആഴ്ച എന്ന് പറഞ്ഞൊരു ദിവസമല്ല, ഡേറ്റ് ഫിക്സ് ചെയ്യണം. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, 20-ാം തീയതി, 19-ാം തീയതി, 30-ാം തീയതി, എത്രയായിട്ടും ആ ഡേറ്റ് വാങ്ങിയാൽ അവർക്കൊരു കമ്മിറ്റ്മെന്റ് ആയി. ഡേറ്റ് വാങ്ങും. ഇന്നില്ല എന്ന് പറഞ്ഞാൽ ഉള്ള ഡേറ്റ് ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ പറയണം ഒരു മാസം കഴിഞ്ഞിട്ട്, ഈ മാർച്ച് കഴിഞ്ഞോണ്ട്. അപ്പൊ നമ്മൾ പറയണം, അപ്പൊ നമ്മളത് യെസ് വയ്ക്കരുത്. ഏപ്രില് ഏകദേശം ഒരു ഡേറ്റ് സാർ ഒന്ന് പറയാമോ? ഏപ്രില്. അപ്പൊ അവർ കിടന്ന് ഒന്ന് കറങ്ങും.
കാരണം അവർ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത മാസം എന്ന് പറയുന്നത്. നമ്മൾ അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുകയാണ്. പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പലപ്പോഴും പ്രൊഡക്റ്റ് ഒക്കെ എനിക്ക് വേണം, എന്റെ ക്യാഷ് ഇല്ല. അതാണ് ആളുകളുടെ മറുപടി. ക്യാഷ് അവിടെ മാറ്റി വയ്ക്കും. നമ്മൾ പറയുന്ന ഒരു കാര്യം, ക്യാഷിന്റെ പ്രശ്നം അവിടെ മാറ്റി വയ്ക്കും. വേറെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? പ്രൊഡക്റ്റ് ആവശ്യമുള്ളതല്ലേ? ആവശ്യമാണ്. മാർക്കറ്റിംഗ് പ്ലാൻ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇല്ല. വരുമാനം നമുക്ക് താല്പര്യമുണ്ട്, വാങ്ങാം. പിന്നെ എന്താണ് തടസ്സം? ആ കൂടി ക്യാഷുള്ളൂ. ക്യാഷിന്റെ കാര്യം കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആയാൽ ഫൈനലി നമ്മൾ ഏതിലേക്ക് വരണം? ക്യാഷിലേക്ക് വരണം. സാർ എന്തൊക്കെ നമുക്ക് പൈസ സംഘടിപ്പിക്കാൻ പറ്റും? ഇനി വലിയ പാക്കേജ് പറ്റുന്നില്ല, ഓക്കെ, അവർ ചെറിയ പാക്കേജിലേക്ക് കൊണ്ടുവരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഓഫ് സെയിൽസ്, നമ്പർ ഓഫ് പീപ്പിൾ, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. മനോജ് സാർ നമ്മൾ തുടങ്ങി വെച്ച ടീം 100, അത് 100 ദിവസത്തിനുള്ളിൽ 100 പേരടങ്ങുന്ന ഒരു ടീം, അത് യാഥാർത്ഥ്യമാക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും പാക്കേജുകളല്ല നമ്മുടെ മുന്നിൽ വേണ്ടത്. ഒരു പുതിയ വ്യക്തി, ഒരു ബിസിനസ്മാനെ നമ്മളെ ടീമിലേക്ക് ഹോൾഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോ 16,500, 19,300 നോ പ്രോബ്ലം, 4,800 ഏതാവട്ടെ, ആ ഡേറ്റ് കൃത്യമായി ചോദിക്കണം. എന്നിട്ട് പറയണം അടുത്ത 5-ാം തീയതി, അടുത്ത 5-ാം തീയതി നമുക്ക് കാണാട്ടോ, വിളിക്കാട്ടോ എന്നല്ല പറയേണ്ടത്, നമുക്ക് കാണാം. ഫോണിൽ കൂടെ നിങ്ങൾ അങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരുന്നാൽ അവർ നീട്ടി ഡേറ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കും. ആ പറഞ്ഞ ഡേറ്റിനെ കൃത്യമായി നമ്മൾ അവരെ വീണ്ടും പോയി കാണുക എന്നുള്ളതാണ്. അവർ വീട്ടിലുള്ള അല്ലെങ്കിൽ അവരുടെ ഏതാണോ സാഹചര്യം, ആ സാഹചര്യത്തിൽ നമ്മൾ അവിടെ പോയി കാണണം. എങ്കിൽ മാത്രമേ ആ പ്രോസസ്സ് പൂർത്തിയാവൂ. അപ്പൊ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. ഫോളോ അപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബിസിനസിന്റെ യഥാർത്ഥ ശക്തി. ആ ഏത് ചോദ്യങ്ങൾ, ഏത് ഡൗട്ടുകൾ അവർ ഉന്നയിച്ചാലും ഏറ്റവും സൗമ്യമായ രീതിയിൽ നമ്മൾ അവർക്ക് മറുപടി കൊടുക്കണം. ഫോളോ അപ്പ് ഒരിക്കലും തർക്കങ്ങളായി മാറരുത്. ഫോളോ അപ്പ് വിത്തിൻ 24 hours നമ്മൾ പൂർണ്ണമായി കൃത്യമായി നടത്തിയിരിക്കണം. ഫോണിലൂടെ ഫോളോ അപ്പുകൾ ഒഴിവാക്കണം. നേരിട്ട് പോയി നമ്മൾ സംസാരിക്കണം. ഉറച്ചു നിന്ന് ഉറപ്പ് കൊടുക്കണം. നമുക്ക് ഒരുമിച്ച് വിജയിക്കാം, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. ഞാനുണ്ട് നിന്റെ കൂടെ, ഞാനല്ല നിന്നെ വിളിക്കുന്നത്. ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു 5,000 10,000 പോയിക്കൊണ്ട് ഒരു വ്യക്തിയും ഇന്ന് ആത്മഹത്യ ചെയ്യേണ്ടവരില്ലേ? പക്ഷേ ഈ 5,000 ഇനിയിപ്പോ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ, അവര് ഈ 5,000 10,000 കടം വാങ്ങിയതുകൊണ്ട് 5 കോടി 50 കോടി ഉണ്ടാക്കാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഞാനല്ല തന്നെ വിളിക്കുന്നത്. ആ നിങ്ങൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ് ഒരു വ്യക്തിയെ അവരെ ആ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. തീരുമാനമെടുക്കുന്നത് അവരാണെങ്കിലും തീരുമാനമെടുപ്പിക്കുന്നത് നമ്മളാണ്. നമ്മുടെ സൗമ്യമായ പെരുമാറ്റം കൊണ്ടാണ്, നമ്മുടെ കോൺഫിഡൻസ് കൊണ്ടാണ്, നമ്മളുടെ ഉറപ്പ് കൊണ്ടാണ്, ആ ധൈര്യം കൊണ്ടാണ്. ആ ധൈര്യമുള്ള വ്യക്തികളായി നിങ്ങൾ മാറണം. ഫോളോ അപ്പ് ചെയ്ത് മടി തീരണം. നിങ്ങൾ ഓരോ വ്യക്തികളും ഫോളോ അപ്പിന്റെ ഉസ്താദുക്കളായി മാറണം. ഫോളോ അപ്പ് ഉസ്താദ്. ഫോളോ അപ്പ് നിങ്ങളുടെ ടീമിൽ ഒരു സെയിൽസ് പ്രസന്റേഷൻ നടന്നാൽ കൃത്യമായി ആ ഫോളോ അപ്പ് ചെയ്യിപ്പിക്കണം. അതിന് നിങ്ങൾ മുൻകൈ എടുക്കണം. ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രസന്റേഷനും നമ്മൾ ചെയ്യരുത്. ഫോളോ അപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ ആ ബിസിനസ് 0 ആണ്. ഫോളോ അപ്പിലൂടെ മാത്രമേ നമുക്ക് ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇനി പുതിയ സെയിൽസിന് മാത്രമല്ല, നിലവിലുള്ള ടീമിലെ അംഗങ്ങളെയും നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ, ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ, അവർ ഫീൽഡിൽ ഇറക്കാൻ, ഓരോ കാര്യത്തിനും അവരെ നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഈ ബിസിനസ്സിലെ നിങ്ങൾ തുടക്കം മുതൽ day 1 മുതൽ നിങ്ങൾ നടത്തുന്ന നിരന്തരമായ ഫോളോ അപ്പുകളുടെ ആകത്തുകയാണ് പുതിയ സെയിൽസ് ക്ലോസിങ്ങിന് ടീമിലെ വ്യക്തികളെ, അസോസിയേറ്റ്സിനെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നതിന്, ട്രെയിനിങ്ങിൽ പങ്കെടുപ്പിക്കുന്നതിന്, ഫീൽഡ് വർക്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന്, ഫീൽഡ് വർക്കിൽ അവരെ കൂടെ സഞ്ചരിച്ച് അവർക്ക് വേണ്ട ധൈര്യം കൊടുക്കുന്നത്, ഇതെല്ലാം ഫോളോ അപ്പിന്റെ ഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കൃത്യമായ ഫോളോ അപ്പ് കൊണ്ട് മാത്രമേ, ഫോളോ അപ്പ് എന്ന് പറയുന്ന മന്ത്രത്തിന് മാത്രമേ നിങ്ങളെ വിജയം കൊണ്ടുവരാൻ പറ്റൂ. ലോകത്ത് ഇന്ന് എന്തെല്ലാം സക്സസ് ഉണ്ടായിട്ടുണ്ടല്ലോ, എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം നിരന്തരമായ ഫോളോ അപ്പിന്റെ ഫലമാണ്. ഒരു പ്രണയം വിജയിക്കുന്നത്, ഒരു മാരേജ് നടക്കുന്നത്, ഒരു ലോൺ കിട്ടുന്നത്, എല്ലാം നിരന്തരമായ ഫോളോ അപ്പിലൂടെയാണ്. ആ ഫോളോ അപ്പിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ബിസിനസ് സക്സസ് ആവൂ, ടീം ശക്തമാവൂ, നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. എന്തായാലും ആ ശക്തമായ ഒരു ഫോളോ നിങ്ങൾ നടത്തണം. കാരണം ഫോളോ അപ്പിന്റെ ഉസ്താദുക്കളായി നമ്മൾ മാറണം. ഓരോ ബിസിനസ്സും, ഓരോ സെയിൽസും, ഓരോ പ്രസന്റേഷനും കൃത്യമായ ഫോളോ അപ്പിലേക്ക് എത്തിക്കണം. കാരണം ഫോളോ അപ്പ് എന്ന് പറയുന്നത് യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു ഡിസിഷനാണ്. ആ ഡിസിഷൻ കിട്ടുന്നതുവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാനുള്ള സമയം 7 മണി കഴിഞ്ഞു. അപ്പൊ ഫോളോ അപ്പ് ചെയ്യാനുള്ള ശേഷി, കപ്പാസിറ്റി നിരന്തരമായ പ്രാക്ടീസിലൂടെ നിങ്ങൾ ഓരോ വ്യക്തികളും ഉണ്ടാക്കിയെടുക്കണം.
ഓരോ വ്യക്തികളുമായി അവർ ഉന്നയിക്കുന്ന ഡൗട്ടുകൾ എന്ത് തന്നെ ആയിക്കോട്ടെ അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഓരോ വ്യക്തികളും നിങ്ങൾ ഓരോരുത്തരും പ്രാപ്തരാവണം. ആ ഒരു സ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കലയാണ്. നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ ഏറ്റവും മികച്ച ഫോളോ അപ്പ് ചെയ്യുന്ന വ്യക്തികളുടെ ഉസ്താദുക്കളായി നിങ്ങൾ ഓരോ വ്യക്തികളും മാറട്ടെ. അതിലൂടെ മികച്ച ഒരു ടീമിനെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ജയ് ഇബയോട്ടോറിയം. താങ്ക് യു സാർ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽഡിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഒരു സെയിൽ ക്ലോസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് കസ്റ്റമറിനോട് ബിഹേവ് ചെയ്യേണ്ടതെന്നും ഒക്കെ വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തന്ന സുരേഷ് സാറിന് ഇന്ന് സൂമിലിരിക്കുന്ന എല്ലാവരുടെ പേരിലും എന്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. മനോജ് സാർ ലൈനിലുണ്ടോ? താങ്ക് യു മനോജ് സാർ. പ്ലീസ് വെൽക്കം സാർ. ആശംസിക്കുന്ന വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ ഫോളോ അപ്പ് ആൻഡ് സെയിൽസ് ക്ലോസിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുരേഷ് സാർ സംസാരിച്ചത്. നമുക്കറിയാം ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറെ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും ഈ ഇൻഡസ്ട്രിയെ കുറിച്ചും ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. എല്ലാവരും ഇതുപോലെ ഒന്നിലധികമോ ചില കമ്പനികളിലൊക്കെ ചെന്ന് പെട്ട് അവരുടെ കാശ് പോയ സംവിധാന അവസ്ഥകളോ അല്ലെങ്കിൽ ഇത് ലീഗൽ അല്ല എന്ന് പറയുന്ന സംവിധാനങ്ങളോ ഈ പറഞ്ഞ മണി ചെയിൻ ആണെന്നും ഇതൊക്കെ മുകളിൽ നിൽക്കുന്ന ആൾക്ക് മാത്രമേ കാശ് കിട്ടുള്ളൂ, ഇതിനെ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല എന്നും ഒക്കെ നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന സാഹചര്യം പലപ്പോഴും കാണാറ്. നീയും ഇതിനകത്ത് പെട്ടുപോയോ എന്ന് പറഞ്ഞിട്ട് അല്ലെ സംസാരിക്കുന്ന ആധികാരികമായിട്ടൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അതിനേക്കാൾ നല്ല കമ്പനി എന്റെ കയ്യിലുണ്ട്, എന്റെ കൂടെ വാ, ഇത് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന ചില ആളുകളെയും അപൂർവം കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ അവസ്ഥയിലൊക്കെ നമ്മൾ ആകെ മാനസികമായിട്ട് തകരുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവും. അതിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതിനെ കുറിച്ചിട്ടാണ് സുരേഷ് സാർ വളരെ വ്യക്തമായിട്ട് ഇവിടെ സംസാരിച്ചത്. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. ഒരു കസ്റ്റമറെ കണ്ടു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് സ്പോട്ട് ക്ലോസിങ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലതായിരിക്കും അത്. അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് വിശ്വാസം ജനിപ്പിച്ചുകൊണ്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും ഇതിന്റെ സാധ്യതകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് സ്പോട്ടിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും അതിന് തയ്യാറാവില്ല. സ്പോട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഈ പറഞ്ഞ കാശില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു സമയം കൊടുത്തുകൊണ്ട് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് മുതലായ കാര്യങ്ങളൊക്കെ അധികം സംസാരിച്ചു. ആ രീതിയിലേക്ക് നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നോ 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 അത് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. എത്ര നോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ തോത് എന്ന് പറയുന്നത്. നോ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് 4-5 പേര് നോ എന്ന് പറയുമ്പോൾ ആകെപ്പാടെ മാനസികമായി തകർന്നു പോകുന്ന ആളുകൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. നോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരണം, അല്ലെ, സന്തോഷം ഉണ്ടാകണം, ആവേശം ഉണ്ടാകണം. ഒരാൾ 10 ആളെ നോ പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഇനി 11ാമത്തെയോ 12ാമത്തെയോ ആളെ കണ്ടിട്ട് നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു അച്ചീവറായിട്ട് അവരുടെ മുമ്പിലൂടെ നടക്കും എന്നുള്ളൊരു വാശി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അല്ലെ ജനിക്കണം. അവിടെയാണ് നമുക്ക് ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അവിടെയാണ് നമുക്ക് നല്ലൊരു ലീഡർ ആവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുക, നന്നായിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആരായിട്ട് ആർഗ്യുമെന്റ്സിന് പോകാൻ വേണ്ടി പാടില്ല. ചില ആളുകൾ തർക്കങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ചിരിച്ചുകൊണ്ട് അല്ലെ അവർ പറയുന്നതെല്ലാം കേൾക്കുക എന്നുള്ളത്. അതിന്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ട് തർക്കിച്ചാൽ അവർ കൂടുതൽ വാശിയോടുകൂടി ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. അപ്പോ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എസ് ബട്ട് തിയറിയാണ് ഇവിടെ. എസ് താങ്കൾ പറയുന്നതൊക്കെ കറക്റ്റ് ആണ് അല്ലെ, എസ് എല്ലാം ശരിയാണ്. അവസാനം ഒരു ബട്ട് ഉണ്ട് അല്ലെ, എസ് ബട്ട് തിയറി എന്ന് പറയുന്നതിന്. എന്നാൽ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അവസാനം എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മനസ്സൊന്ന് ശാന്തമാകും. എന്തായാലും നീ വന്ന കാര്യം ഒന്ന് പറയും ഇല്ലേ എന്ന് ഇങ്ങോട്ട് പറയും. അപ്പൊ മനസ്സൊന്ന് ശാന്തമായതിനു ശേഷം നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അവരത് ഉൾക്കൊള്ളും. അതിനുള്ള ഒരു ശ്രമം നമ്മൾ കാണിക്കണം. എപ്പോഴും ഒരു കസ്റ്റമർ അടുത്ത് ചെന്നിട്ട് ഇപ്പൊ തൽക്കാലം എനിക്ക് ആവശ്യമില്ല, എനിക്ക് വേണ്ട, ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് കട്ടൻട്രി ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഉടക്കി വരാൻ വേണ്ടി പാടില്ല. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി. ആള് കാണുന്നില്ലേ പടിഞ്ഞു വീണ് മരിക്കുന്നത് അല്ലെ, നിങ്ങൾക്കും അതിന് സംഭവിക്കും. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ആശുപത്രി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഇങ്ങനെയൊന്നും പറയരുത്, കേട്ടില്ലേ? ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത്, മനസ്സിലായ? അല്ലെങ്കിൽ അവർ വാങ്ങാൻ തയ്യാറാകുമ്പോൾ കുട്ടികൾ വന്നിട്ട് പറയും, അച്ഛാ ഇതൊന്നും മേടിക്കേണ്ട അച്ഛാ, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പഠിക്കുന്ന കുട്ടികൾ വന്ന് പറയും. അപ്പം ഇവൾക്ക് വല്ല വിവരമുണ്ടോ, ഇവളെയൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നതാണ് നിങ്ങളെ തെറ്റ്, മനസ്സിലായ? ആ കുട്ടികളെ തലയിലേക്ക് കയറും ചില ആൾക്കാർ. ഇങ്ങനെയൊന്നും പറയാതെ
നിങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ ആലോചിക്കും, നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുക, ഞാൻ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാം, ഇത് പഠിച്ച് നോക്കിയിട്ട് ഒന്നും കൂടെ ആലോചിച്ചിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി, നമുക്ക് പിന്നെ കാണാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുവേണം നമ്മൾ അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട്. ചില ആളുകൾ എന്താ കപ്പൽ കത്തിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇനി ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹമായിട്ട് മുട്ടൻ ഉടപ്പുടക്കിയിട്ടൊക്കെ വരുന്ന ആളുകളുണ്ട്. നിന്നോട് ഞാൻ നീ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, നീ എന്റെ സുഹൃത്തല്ലേ, ഞാൻ എന്തായാലും നീ വാങ്ങുന്നൊക്കെ വിചാരിച്ചിട്ടായേ ഈ അപ്ലൈ ലീഡേഴ്സിനൊക്കെ കൊണ്ടുവന്നു, അവരുടെ മുമ്പിൽ ഞാൻ നാണക്കേടായില്ലേ എനിക്ക് അല്ലേ എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയൊന്നും എടുക്കുക, ആ സ്പിരിറ്റ് ഒന്നും ഇതിനെ എടുക്കാൻ വേണ്ടി പാടില്ല സുഹൃത്തുക്കളെ. നമ്മൾ ഒരാളെ ലക്ഷ്യമിട്ടാൽ അവരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ വഴികൾ സ്വീകരിക്കുക, അതിന് ക്ഷമ കാണിക്കണം, മനസ്സിലായ? എന്തൊക്കെ വഴികൾ സ്വീകരിക്കാൻ പറ്റും അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അവർ ചിലപ്പോൾ ആ മാനസികാവസ്ഥയിൽ പലതും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ദേഷ്യം വരരുത് എന്നുള്ളതാണ്. ക്ഷമയോട് കൂടിയിട്ട് അതിനെല്ലാം ചിരിച്ച് തള്ളിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനെല്ലാം ഏറ്റവും പ്രധാനം കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്, ബിലീഫ്. അവരിൽ നിങ്ങൾക്ക് ഒരു ബിലീഫ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കണ്ട ഞാനിത് 4 മാസമേ ആയിട്ടുള്ളൂ അല്ലെ, സുജമോൾക്കൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാതെ 4 മാസം 5 മാസമേ ആയിട്ടുള്ളൂ, എന്റെ അക്കൗണ്ടിലേക്ക് വന്ന വരുമാനം കണ്ട, എന്റെ വീട്ടിൽ കിട്ടിയ റിസൾട്ട് കണ്ട, അതിന്റെ ടെസ്റ്റിമോണിയൽസ് എടുത്ത് കൊടുക്കുക, വന്ന വരുമാനം എടുത്ത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെയും വരുന്നില്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ അവരെ കാണുമ്പോൾ വീണ്ടും പറയും, അന്ന് ഞാൻ വന്നപ്പോ എനിക്കിതാ അല്ലെ 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കി ഇപ്പൊ 6 ലക്ഷം രൂപയായി. അന്ന് ഞാൻ പറഞ്ഞതല്ലേ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഇനിയും വൈകിട്ടില്ല കേട്ടാ വരൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെ അവർക്ക് ഒരു ബിലീഫ് സിസ്റ്റം, നമ്മുടെ കൂടെ നിന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ നല്ലൊരു ടീമിനെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, വലിയ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഒരു സംശയം വേണ്ട, നമ്മളിത് 100 days 100 ടീം എന്ന് പറയുന്ന ഒരു ആശയവുമായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ജൂൺ 30-നുള്ളിൽ എല്ലാവരും വിചാരിക്കും ഇനി സമയം കുറെ ഉണ്ടല്ലോ, ഒരു ദിവസം 2 സെയിൽ എടുക്കുക എന്നുള്ളതാണ്. ഉച്ച വരെ ഒരു സെയിൽ, ഉച്ചയ്ക്ക് ശേഷം ഒരു സെയിൽ, 2 സെയിൽ നിങ്ങൾക്ക് എടുത്താൽ 100 ദിവസം കൊണ്ട് 200 സെയിൽ, 100 പേര് ജീനിയസിലും 100 പേര് വിന്നറിലേക്കും വരുന്ന ഒരു പ്ലാനാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. 4800 നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എണ്ണം കൂട്ടുക എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പാക്കേജിന് പ്രശ്നമല്ല. 4800 എൻട്രി ആയാലും കുഴപ്പമൊന്നുമില്ല ഇവിടെ നമുക്ക് ഇല്ലേ, അല്ലെങ്കിൽ 5200 എൻട്രി ആയാലും കുഴപ്പമില്ല. അവർക്ക് പറ്റുന്ന പാക്കേജ് കൊടുക്കുക. നിങ്ങൾക്ക് 14900 കിട്ടാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ട് ഇല്ലേ 100 രൂപയുടെ പ്രൊഡക്റ്റ് തന്നെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടീമിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വ്രതം എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, 100 ദിവസം നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങണം. 100 പേരുടെ ടീമിനെ ജീനിയസിലും 100 പേരുടെ ടീമിനെ വിന്നറിലും ഞാൻ സൃഷ്ടിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി ഇറങ്ങിയാൽ നിങ്ങൾക്ക് അത് സാധിക്കും. അവിടുന്ന് അങ്ങോട്ട് എന്റെ സുഹൃത്തുക്കളെ ഇനി വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അടുത്ത ലെവൽ ബ്ലാസ്റ്റിംഗിൽ റീപർച്ചേസിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും റെഗുലറായി 1,00,000-ലധികം രൂപ മിനിമം, ഞാൻ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം രൂപ എല്ലാ മാസവും വരുമാനം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. എന്ത് ജോലിക്ക് പോയാലും ഇവിടെ 1 ലക്ഷം രൂപ കിട്ടും അല്ലെ. ഒരു IAS കാരൻ സ്റ്റാർട്ടിംഗ് 1 ലക്ഷം ഉണ്ടാവില്ല, ഒരു MBBS ഡോക്ടർ സ്റ്റാർട്ടിംഗിൽ 1 ലക്ഷം ഉണ്ടാവും, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റാർട്ടിംഗിൽ 1 ലക്ഷം, ഒരു എഞ്ചിനീയർക്ക് സ്റ്റാർട്ടിംഗിൽ 1 ലക്ഷം ഉണ്ടാവില്ല, ഒരു MBA പഠിച്ച ഒരു കുട്ടി ജോലിക്ക് പോയ 1 ലക്ഷം രൂപ കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു ബേസിക് നിലയിൽ, ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയിൽ 100 പേരുടെ ടീമിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്താൽ റെഗുലറായിട്ട് 1 ലക്ഷം രൂപ വരുമാനം കിട്ടും. ഒരു വീട്ടമ്മക്ക് പോട്ടെ ഒരു 50,000 രൂപയെങ്കിലും റെഗുലറായിട്ട് കിട്ടുന്ന ഒരു 8,000-നും 10,000-നും തുണിക്കടയിൽ പോയിട്ട് പ്രതിമയെ പോലെ രാവുമ്പോലെ മണിക്കൂറുകളോളം ഇങ്ങനെ കാത്തിരിക്കുന്ന അവരുടെ അവസ്ഥ നമുക്കറിയാം. അപ്പൊ ഒരു 100 പേരുടെ ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്താൽ ഈ ഉൽപ്പന്നങ്ങൾ നിരവധി ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. അതിലൂടെ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. 100 ടീം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ലിസ്റ്റ് തയ്യാറാക്കുക. ഒരു ദിവസം 2 സെയിൽ നിങ്ങൾ ക്ലോസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങളുടെ ടീമിൽ 10 പേരുണ്ടെങ്കിൽ ഈ 10 പേരും ഇതന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 പേരുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ എടുക്കാൻ വേണ്ടി സാധിക്കും ഈ 100 ദിവസം കൊണ്ട്. 5 പേരുണ്ടെങ്കിൽ 5 പേരിലേക്കും ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഒരു ലക്ഷ്യം ഉണ്ടാകണം എപ്പോഴും. നമ്മൾ കുറെ ആളോട് പറയാ, കുറെ ആൾക്ക് അവസരത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതല്ല വിജയത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ടൈം ബൗണ്ട് ആയിട്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിനുള്ള ഒരു ആർജവം നിങ്ങൾ ഓരോരുത്തരും കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നടക്കല്ലേ. ഗോളുകൾ സെറ്റ് ചെയ്യൂ. ഈ 100 ദിവസം കൊണ്ട് 100 പേരുടെ ടീമിനെ സെറ്റ് ചെയ്യുന്ന നിങ്ങൾ ദൃഢനിശ്ചയം എടുത്ത് വേണം ഈ പ്രോഗ്രാം ഇന്ന് രാവിലെ ഈ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കുക. ആരെയൊക്കെ കാണാൻ പറ്റും, എവിടെയൊക്കെ പോകണം, ചിലപ്പോൾ ദൂരം യാത്ര ചെയ്യേണ്ടി വരും.
അങ്ങനെ ലിസ്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് നിങ്ങളുടെ അസോസിയേഷനെ കൊണ്ടുകൂടി ലിസ്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് അവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനുള്ള പ്രവർത്തനമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ഈ ജൂൺ 30-ന് ശേഷം നമ്മൾ എന്നിട്ട് ഒരു വലിയൊരു മെഗാ പ്രോഗ്രാം നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതാത് പ്രദേശങ്ങളിൽ നമ്മൾ വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കും. അതോടുകൂടിയിട്ട് റീപർച്ചേസ് എങ്ങനെ ചെയ്യണം അല്ലെ, മന്ത്ലി നിങ്ങൾ ഒരു മിനിമം റീപർച്ചേസ് ചെയ്യുക. ഒരു PV റീപർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1 lakh ക്ലബിലേക്ക് മാറും. 1 PV ക്ലബിലേക്ക് നിങ്ങൾ മാറുമ്പോൾ അവിടെയും റെഗുലർ ആയിട്ട് ഒരു പാസീവ് ഇൻകം നമുക്ക് കിട്ടും. റെസിഡ്യൂൽ ഇൻകം എല്ലാ മാസവും കിട്ടുന്ന ഒരു അവസ്ഥ അവിടെയുണ്ട്. അവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് 50 ലക്ഷത്തിലേക്ക് നമ്മൾ അറിയാതെ ലിഫ്റ്റ് ചെയ്യപ്പെടും. സുഹൃത്തുക്കളെ, അറിയാതെ ലിഫ്റ്റ് ചെയ്യപ്പെടും. നമ്മൾ ഒരു 1-2 വർഷം കഴിയുമ്പോഴേക്ക് തന്നെ 50 ലക്ഷത്തിലേക്ക് സിമ്പിൾ ആയിട്ട് ലിഫ്റ്റ് ചെയ്യാം. ഇതിലെ ഉറങ്ങിക്കൊണ്ട് പണിയെടുക്കുന്ന ആളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. റോക്കറ്റിൽ വേഗത്തിൽ പോകുന്നവരുടെ കാര്യമല്ല ഇത് പറയുന്നത്. ഇത് ഒച്ച കഴിയും പോലെ കഴിയുന്നവരുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പൊ അവർക്ക് പോലും ഞാൻ പറഞ്ഞ കണക്ക് ഒരു 50 ലക്ഷം ക്ലബിലേക്ക് എത്താൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ മാസവും കമ്പനിയിൽ നടക്കുന്ന ഒരു വരുമാനം അല്ലെ, അവിടെ നടക്കുന്ന ഒരു ബിസിനസ് ടേൺ ഓവർ ഉണ്ട്. ഒരു നിശ്ചിത ശതമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ കാലശേഷവും നോമിനിക്ക് കിട്ടുന്ന ഒരു വലിയൊരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവേശത്തോടെ ഇറങ്ങി പുറപ്പെടുക. അതായത് നമ്മൾ ആളുകളെ ഫോളോ അപ്പ് ചെയ്യണം. ഒരു പ്രാവശ്യമല്ല 10-15 തവണ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും ചില ആളുകളെ അല്ലെ. വരുന്നത് ഒരാളല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് ഒരു വിത്തല്ല, ഒരു വിത്ത് ഒരു മരമായിട്ട് മാറും. ആ ഒരു മരമായി കഴിഞ്ഞാൽ അതിന് എത്ര കായ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകളെ കാണുക, അവരെ ചേർത്ത് പിടിച്ചു നിർത്തുക, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങാനുള്ള ആവേശവും ഊർജവും മനസ്സും ശക്തിയും ഒക്കെ നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ കോഴിക്കോട് BOP ആണ്, അതുപോലെ തന്നെ പെരുമ്പാവൂർ BOP ആണ്. ഇന്നലെ ചെറുതോണി BOP ആയിരുന്നു. അവിടുത്തെ സംഘാടകർ വളരെ നല്ല രീതിയിൽ ആ പ്രോഗ്രാം സംഘടിപ്പിച്ചു. അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു നല്ലൊരു പ്രോഗ്രാം നടന്നിട്ടില്ല. വരുന്ന ആളുകളെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനും ഒക്കെ എല്ലാ രീതിയിലും വളരെ നല്ലൊരു വൈബ് ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. അതുപോലെ തന്നെ നാളെ കോഴിക്കോടാണ്. ആ പ്രദേശത്തുള്ള എല്ലാ ലീഡേഴ്സും പരമാവധി അസോസിയേറ്റ്സുമായിട്ട് ആ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തണം. നമ്മുടെ ഓരോ പ്രോഗ്രാം സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഉത്സവ പറമ്പുകളാക്കി മാറ്റണം. ഓരോ പ്രോഗ്രാമിലും ഉത്സവ പറമ്പിൽ നമുക്ക് വലിയ ആഘോഷമാണ് അല്ലെ. അതുപോലെ ഓരോ പ്രോഗ്രാം സെന്റർ ഉത്സവ പറമ്പുകളാക്കി മാറ്റാൻ വേണ്ടി സാധിക്കണം. നിങ്ങളെല്ലാം അവിടെ എത്തണം. കൂടുതൽ ഗസ്റ്റുകളായിട്ട് എത്തുക. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അസോസിയേഷൻ എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് അവിടെ എത്താൻ വേണ്ടി എല്ലാവർക്കും സാധിക്കണം. അതുകൊണ്ട് നാളെ കോഴിക്കോടും പെരുമ്പാവൂരുമാണ് പ്രോഗ്രാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ 100 days 100 team എന്നുള്ള മുദ്രാവാക്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്. Thank you, sir. Thank you.